ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് തിമോത്തി 3-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചത്. തിമോത്തിയോസ് സഭാ ശുശ്രൂഷകനായിട്ട് ശുശ്രൂഷ രംഗത്ത് തിളങ്ങുമ്പോൾ, ശുശ്രൂഷ രംഗത്ത് നിൽക്കുമ്പോൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പല വിഷയങ്ങളെ പൗലോസ് ഓർമ്മപ്പെടുത്തിയാണ് ഈ രണ്ട് ലേഖനങ്ങളിലും മുമ്പോട്ട് വരുന്നത്. ഇവിടെ 3-ാം ലേഖനത്തിൽ വന്നപ്പോൾ ദുർഘട സമയങ്ങൾ ഉണ്ടാകും എന്ന് നീ അറിയണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു സഭയ്ക്കുള്ളിൽ തിമോത്തിയോസ് നേരിടാൻ പോകുന്ന വിഷയങ്ങളാണ് പ്രധാനമായിട്ടും. ദുർഘട സമയങ്ങൾ, പുറത്തുനിന്നുള്ള ഉപദ്രവങ്ങൾ ഉണ്ട്, എന്നാൽ ഇടയലേഖനങ്ങൾ സഭാ പരിപാലനം എന്നുള്ള രംഗത്ത് വരുമ്പോൾ സഭയ്ക്കുള്ളിൽ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന്മാർക്ക് സഭാ ജീവിതത്തിൽ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ പ്രതിബന്ധങ്ങൾ പല നിലയിൽ ഉണ്ടാകും എന്നുള്ള വിഷയം ഓർപ്പിച്ചു. മുൻപോട്ട് പറഞ്ഞു വന്ന് നമ്മൾ അതിൻ്റെ 14 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. അവിടെ തിമോത്തിയോസിനെ ഇൻസ്ട്രക്ട് ചെയ്യുന്ന പല വിഷയങ്ങളും സഭയ്ക്കുള്ളിൽ നടക്കുമ്പോഴും നീ പഠിച്ചിരിക്കുന്ന ഉപദേശ സത്യങ്ങൾ സംബന്ധിച്ച് നിനക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാകണം എന്നുള്ള വിഷയം പൗലോസ് തിമോത്തിയോസിനെ ഓർപ്പിക്കുക. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഇവിടെ തിമോത്തിയോസ് എന്ത് പഠിച്ചു എന്നുള്ളതല്ല പ്രമാണ വിഷയം. നമുക്കറിയാം, എല്ലാ കാലയളവിലും വചനം പല നിലകളിൽ പഠിച്ച് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഉപദേശ വ്യത്യാസങ്ങളൊക്കെ ക്രിസ്തീയ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ ഇവിടുത്തെ വിഷയം നീ ബാല്യം മുതൽ പഠിച്ചിരിക്കുന്ന പ്രമാണം, നമ്മൾ കുറച്ചുകൂടെ പേഴ്സണൽ ആയിട്ട് ആ വിഷയം പറയുകയാണെങ്കിൽ, ശിഷ്യനായിരിക്കുന്ന തിമോത്തിയോസ് പൗലോസിൽ നിന്ന് പ്രാപിച്ച പരിജ്ഞാനം, ബാല്യം മുതൽ രക്ഷയുടെ അടിസ്ഥാന പ്രമാണം പഠിപ്പിച്ചത് അമ്മയും വല്യമ്മയുമാണ്. എന്നാൽ തന്റെ ശിഷ്യനായി തീർന്ന കാലം മുതൽ പൗലോസാണ് ആത്മീക ഗുരു, ആത്മീക മകനായിട്ട് പൗലോസ് തിമോത്തിയോസിനെ ചേർത്ത് വളർത്തിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പൗലോസ് തിമോത്തിയോസിന് പറഞ്ഞു കൊടുക്കുന്ന ആത്മീക പാഠങ്ങളെയാണ് നീ ബാല്യം മുതൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നീ ഓർത്തുകൊള്ളണം, അതിൽ നീ ജാഗരിച്ചു കൊള്ളണം എന്ന് പറയുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മൾ സഭാ ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, സഭാ കൂട്ടായ്മയിൽ തുടരുന്നവരാണ്, സഭാ ശുശ്രൂഷകളിൽ തുടരുന്നവരാണ്. ഇങ്ങനെയുള്ള ആളുകളായിരിക്കും നമ്മോടുള്ള ബന്ധത്തിലും ദൈവത്തിന്റെ ആത്മാവ് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം, നാം പ്രാപിച്ചിരിക്കുന്ന അടിസ്ഥാന വേദപ്രമാണങ്ങൾ നമ്മൾ ജാഗ്രതയോടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരായിരിക്കണം, അതിനുവേണ്ടി നിൽക്കുന്നവരായിരിക്കണം എന്നുള്ള വിഷയമാണ്. അപ്പോൾ ഇത്ര പ്രാധാന്യത്തോടെ ഈ വിഷയം പറയുവാനായിട്ടുള്ള കാരണം എന്താണ്? അതാണ് പൗലോസ് പിന്നീട് പറഞ്ഞു വരുന്നത്. അതായത് അതിന്റെ 14 മുതൽ താഴോട്ടുള്ള വിഷയങ്ങളിൽ 14, 15, 16, 17 വാക്യങ്ങളിൽ പറയുന്നത്. അവിടെ രക്ഷയ്ക്ക് നിന്നെ ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക, കണ്ടിന്യൂ, ദൈവവചനത്തിൽ തുടരുക, കണ്ടിന്യൂ, അല്ലെങ്കിൽ അതിനകത്ത് ഫേം ആയിട്ട് നിൽക്കുക എന്നുള്ള ആശയം. അപ്പോൾ രക്ഷയിലേക്ക് നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ രക്ഷയിലേക്ക് നയിക്കുവാൻ, ഇവിടെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാനാണ് മലയാളത്തില്. എന്നാൽ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ രക്ഷയിലേക്ക് നയിക്കുവാൻ, രക്ഷയിലേക്ക് നയിക്കുന്നത് സുവിശേഷമാണല്ലോ, പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് നിൽക്കേണ്ടത് എന്ത് എന്നൊരു സംശയം നമുക്കുണ്ടാകാം. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ രക്ഷ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ വിശാലമായ ആശയം, നമ്മൾ പലപ്പോഴും ആ വാക്ക് ഞാൻ ഈ ക്ലാസ്സിൽ പല സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ രക്ഷ എന്നുള്ള വിഷയത്തിൽ അടിസ്ഥാനപരമായി രക്ഷിക്കപ്പെടുന്ന സുവിശേഷം കേട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നു. ആ രക്ഷയിലേക്ക് നയിക്കുവാൻ നിന്നെ പ്രാപ്തമാക്കിയ ദൈവവചനം എന്നുള്ള ആ ഒരു പരിമിത ആശയമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആശയം എന്ന് പറയുന്നത് രക്ഷയുടെ വിവിധ തലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ ഇവിടെ നിന്ന് രക്ഷ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ, മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ അത് കുറച്ചുകൂടെ അതിൻ്റെ ആ ആന്തരികമായ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് വിവർത്തകർ ആ കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് ആ വിഷയം പറഞ്ഞിരിക്കാൻ, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ, രക്ഷാസംബന്ധമായി പരിജ്ഞാനമുള്ള വ്യക്തിയാക്കുവാൻ. രക്ഷയെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും മിനിമം 2 കാര്യങ്ങൾ കൂടിയുണ്ട്. രക്ഷയുണ്ട്, വിശുദ്ധീകരണമുണ്ട്, തേജസ്കരണമുണ്ട്.
അതായത് സാങ്ക്ടിഫിക്കേഷനും ഗ്ലോറിഫിക്കേഷനും, ഈ രണ്ട് ഘടകങ്ങൾ കൂടി ഇതിനോട് ചേർന്ന് വരുന്നു ഈ രക്ഷയ്ക്കുള്ള ജ്ഞാനിയൊക്കെ. ഏറ്റവും മിനിമം മറ്റനേക കാര്യങ്ങൾ അതിലുണ്ട്, അതിന്റെ ഒന്നും വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് സമയമില്ല. ഞാനത് നമുക്കറിയാവുന്ന വിഷയങ്ങളായതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക്. എന്നാൽ രക്ഷാ സംബന്ധമായ ജ്ഞാനം, രക്ഷിക്കപ്പെടുക എന്നുള്ള ബേസിക് അറിവല്ല, രക്ഷയിൽ അന്തർലീനമായിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പൊതുവായിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ വിശാലമായ ആശയത്തിൽ അതിനെ മനസ്സിലാക്കുവാനായിട്ടാണ് നിന്നെ വചനം പഠിപ്പിച്ചിരിക്കുന്നത്. അതാണ് പൗലോസ് അവിടെ എടുത്തു കാണിക്കുന്ന വിഷയം. ഇങ്ങനെ നിന്നെ ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത്. നമുക്കറിയാം പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ സമ്പൂർണ്ണ തിരുവെഴുത്ത് അവിടെ വന്നിട്ടില്ല. അപ്പോൾ ലഭ്യമായിരിക്കുന്ന തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് പഴയ നിയമവും പുതിയ നിയമത്തിൽ എഴുതപ്പെട്ട് അവൈലബിൾ ആയിരിക്കുന്ന ലേഖനങ്ങളും ഓറലി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന വിഷയങ്ങളും, അതായത് അപ്പോസ്തലന്മാർ മുഖാന്തരം ഉപദേശിച്ചിരിക്കുന്ന വിഷയങ്ങളും ഉൾപ്പെടെ ഇവനെ രക്ഷയുടെ പരിജ്ഞാനത്തിൽ നടത്തുവാൻ മതിയായ തിരുവെഴുത്താണ് നീ പ്രാപിച്ചിരിക്കുന്നത്. ആ തിരുവെഴുത്തുകളെ നീ എന്ത് ചെയ്യണം? അറിയുന്നത് കൊണ്ട് അവസാനം വരെ അതിൽ നീ ഉറച്ചു നിൽക്കണം. അപ്പോൾ ഒരു സഭാ ശുശ്രൂഷകനായിരിക്കുന്ന തിമോഥെയോസിനോട് പൗലോസ് പറയുന്ന വിഷയം, ഇതിന്റെ ഗൗരവം എന്ന് പറയുന്ന ഇടയലേഖനങ്ങളിൽ പറയുന്ന ഓരോ വാക്കുകളുടെയും ഗൗരവം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. ഇന്നത്തെ സഭാ ശുശ്രൂഷകർ, ഞാൻ ഓർപ്പിക്കുന്നത് പോലെ, അത് ഏത് ശുശ്രൂഷ ആയിക്കോട്ടെ, സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികൾ ആര് തന്നെ ആയിരുന്നാലും അവർ ഈ ദൈവവചന പരിജ്ഞാനം പ്രാപിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. ഇന്ന് നമുക്ക് വചന പരിജ്ഞാനം ഒഴിച്ച് നമ്മളൊരു ഒരു പ്രാക്ടീസ് ആയിട്ട് അങ്ങ് പോവുകയാണ്. നമുക്കൊരു സിസ്റ്റം ഉണ്ട്. നമുക്ക് വേർപാട് സഭകൾക്ക് നമ്മൾക്ക് പിതാക്കന്മാരുടെ കാലം മുതൽ ഒരു സിസ്റ്റം ഉണ്ട്. പലപ്പോഴും നമ്മുടെ സിസ്റ്റം അങ്ങ് ഫോളോ ചെയ്യാം, അതിന്റെ ശരിയായ ആശയം പലപ്പോഴും നമുക്കറിയില്ല. അതുകൊണ്ട് അടുത്ത തലമുറകൾക്ക് അത് പറഞ്ഞു കൊടുക്കുവാനും കഴിയുന്നില്ല. അതുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെയൊക്കെ തലമുറകൾ വരുമ്പോൾ അവർക്ക് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ലോകം ഒത്തിരി അഡ്വാൻസ്ഡ് ആയി. അപ്പോൾ ദൈവവചനം അതിനനുസരിച്ച് അങ്ങോട്ട് അഡ്വാൻസ്ഡ് ആയി, അതിന് പല ഫ്ലെക്സിബിളായി വളഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് അവർ പറയുന്നത് ഇത് ഔട്ട്ഡേറ്റഡ് ആണ്. അതിനുള്ള കാരണം പല കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് അങ്ങ് ഫോളോ ചെയ്യുക, ഒരു ആചാരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിലുപരി വചനത്തിൽ നിന്ന് എന്തുകൊണ്ട് അങ്ങനെ എന്നത് വേണ്ടോട് ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഒരു പരാജയമാണ് വിശ്വാസ സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്നത്. ഈ പരാജയങ്ങളെ കുറിച്ച് പറയുമ്പോഴാണല്ലോ തിരുത്തലുകൾ ഉണ്ടാകുക. എല്ലാം ശരിയാന്ന് പറഞ്ഞാൽ പിന്നെ തിരുത്തലിന്റെ ആവശ്യമില്ല, വചന പ്രബോധനത്തിന്റെ ആവശ്യകത തന്നെ. അപ്പൊ നമ്മളിലുള്ള കുറവ് എന്ന് പറയുന്ന ഈ വചനത്തെ ഇവിടെ തിമോഥെയോസിന് പൗലോസ് എടുത്തു പറഞ്ഞു, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, എന്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തമായിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ്, ഒരു ബോധ്യം, ഒരു ഉറപ്പ്, ഒരു നിശ്ചയം ഓരോ വിശ്വാസിക്കും സഭയിൽ ഉണ്ടാകണം. അതൊരു ക്വസ്റ്റ്യൻ, ഒരു ചെറുപ്പക്കാരൻ, ഒരു പുതിയ വിശ്വാസി അതിനെക്കുറിച്ച് ഒരു സംശയം ചോദിച്ചാൽ അത് കാര്യകാരണ സഹിതം പറഞ്ഞു കൊടുക്കാനുള്ള പ്രാപ്തി സഭയിൽ ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്ന മൂപ്പന്മാർക്ക് മാത്രമല്ല, സുവിശേഷന്മാർക്ക് മാത്രമല്ല, സഭയിൽ ലീഡിങ് ആളുകളായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഈ ഒരു പരിജ്ഞാനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഈ പരിജ്ഞാനക്കുറവിന്റെ കുറവുകൾ നമ്മുടെ സഭകളിൽ നമ്മൾ അനുഭവിക്കുന്നുമുണ്ട് എന്നുള്ള വിഷയം അവിടെ നിൽക്കട്ടെ. ഇനി ഈ ദൈവവചനത്തെ ഇത്ര പ്രാധാന്യത്തോടെ പൗലോസ് പറയാനായിട്ടുള്ള കാരണം എന്താണ്? 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ. നമുക്കിത് കാണാപ്പാടം അറിയുന്ന വാക്യമാണ്. കാരണം ദൈവവചനത്തിന്റെ ദൈവശ്വാസീയത, ദൈവത്തിന്റെ നിശ്വാസത്താൽ ദൈവം നിശ്വസിച്ച് നൽകിയതാണ്, ദൈവം ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നതാണ് തിരുവെഴുത്ത് എന്ന് നമുക്ക് ബോധ്യപ്പെടുവാനും നമ്മളത് സ്ഥാപിക്കുവാനും എടുത്തുപയോഗിക്കുന്ന ഒരു വേദഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് ഈ വിഷയം അറിയാം. ഇവിടെ തിമോഥെയോസിന് ഈ വിഷയം എഴുതുമ്പോൾ അതിന്റെ പ്രസക്തി എന്ത് എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ വകപ്രാപിച്ച്, സകല സൽപ്രവൃത്തിയിലും വകപ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് പറഞ്ഞു വരുന്ന ഒരു വിഷയം, നമ്മൾ ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ച ഒരു വിഷയം, പൗലോസ് തിമോഥെയോസിൽ എൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു വിഷയം, പഥ്യവചനം അല്ലെങ്കിൽ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് തിമോഥെയോസിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ സഭയുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഷയമാണ് ദൈവവചന പഠനം, ദൈവവചന ഉപദേശം, പഠിപ്പിക്കൽ. ഇന്ന് നമ്മുടെ പല സഭകളിലും അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു സിസ്റ്റമാണ് വചന പഠനം അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ്സുകൾ എന്നുള്ളത്. ഇന്ന് നമുക്ക് പലർക്കും അതൊരു അനാവശ്യ വിഷയമായിട്ട് മാറിയിരിക്കുക. കാരണം നമ്മളെല്ലാവരും നമ്മിൽ തന്നെ തികഞ്ഞവരായതുകൊണ്ട്
ബൈബിൾ ക്ലാസ് എന്നൊരു വിഷയം തന്നെ അപ്രസക്തമാണ്. പിന്നെ പല സഭകളിൽ ഒരു ചടങ്ങ് പോലെ അത് നടക്കുന്നുണ്ട്. ആ ചടങ്ങ് പോലെ നടക്കുന്ന സഭകളിൽ 50, 60, 100 പേരുള്ള സഭകളിൽ ബൈബിൾ ക്ലാസ്സിന് വരുന്നത് 10 പേര്, 15 പേരാ വരുന്നത്. ബാക്കിയുള്ളവർ വരില്ല. കാരണം ഇതൊന്നും ആവശ്യമുള്ള ഞങ്ങൾക്കെല്ലാം അറിയാം. പക്ഷെ തിമത്യോസിനെ പൗലോസ് ഓർപ്പിക്കുന്ന വിഷയം എന്താണ്? നീ പഠിച്ചും പരിജ്ഞാനം പ്രാപിച്ചു നിൽക്കുന്നതിൽ നിലനിൽക്കുക, കണ്ടിന്യൂ. ആ വിഷയത്തിൽ അത് തുടരുന്ന ഒരു അനുഭവം ഉണ്ടാകണം. നമ്മളെല്ലാവരും പഠിച്ചതിൽ അങ്ങ് അവിടെ തന്നെ നിൽക്കുക. മുന്നോട്ട് ഒരു പടി നമ്മൾ വെക്കുന്നില്ല, നമുക്കതിന് മനസ്സുമില്ല. അതുകൊണ്ട് ബൈബിൾ ക്ലാസ് നമുക്കൊരു അനാവശ്യ വസ്തുവാണ്. ഈ ബൈബിൾ ക്ലാസ് സഭയിൽ വെക്കുമ്പോൾ ചെല്ലുന്നവർ സ്ഥിരം ചെല്ലുന്ന ആളുകളാണ്, ക്ലാസ് എടുക്കുന്നവർ സ്ഥിരം ക്ലാസ്സിൽ. അപ്പോൾ ആൾക്കാരുടെ ഒക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, പറഞ്ഞത് തന്നെ അല്ലേ പിന്നെയും പറയുന്നത്, ഞങ്ങൾക്കറിയാവുന്നതല്ലേ വീണ്ടും പറയാനുള്ളൂ, പ്രത്യേകിച്ചും ഈ പുതിയ വെളിപ്പാടൊന്നും വരാനില്ലല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവവചനം നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രകാശനം, അതായത് ദൈവവചനത്തിലെ ആഴമേറിയ സത്യങ്ങളെ ഓരോരോ സന്ദർഭത്തിനും കാലഘട്ടത്തിനും അനുസരിച്ചാണ് ദൈവം തന്റെ ആത്മാവിലൂടെ തന്റെ ദാസന്മാർക്ക് അല്ലെ സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന അരുളപ്പാടുകളെ പ്രാപിക്കുവാൻ സഭയ്ക്ക് ആത്മീക ദാഹമില്ലെങ്കിൽ ആ സഭ ആത്മീകമായി വിശപ്പില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയും ആത്മീകമായി മുരടിച്ചു പോവുകയും ചെയ്യും. ഇതിന്ന് സഭകൾ ആത്മീകമായ മുരടിപ്പ് എല്ലാ സഭകളിലും വലിയൊരു വിഷയമാണ്. അപ്പോൾ ആ വിഷയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തിമത്യോസിനെ പൗലോസ് പ്രബോധിപ്പിക്കുന്ന ഒരു വിഷയം എല്ലാ തിരുവെഴുത്തും എന്ന് പറയുമ്പോൾ പൗലോസ് തിമത്യോസിന് എഴുതുന്ന ഈ ലേഖനം കൂടെ അതിലുണ്ട് എന്ന് ഇന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നു. അത് തിമത്യോസ് മനസ്സിലാക്കണം എന്നതാണ് പൗലോസ് ഉദ്ദേശിക്കുന്ന ഒരാശയം. എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടന്നുകൊണ്ട് പ്രിയമകനായിരിക്കുന്ന തിമത്യോസിന് പൗലോസ് നിർദ്ദേശങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ തിമത്യോസ് ആ വിഷയത്തെ ഉൾക്കൊള്ളേണ്ടത് എന്താണ് എന്ന് വ്യക്തമായ നിലയിൽ പൗലോസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ നിനക്ക് എഴുതിത്തരുന്ന ഈ ദൈവവചനങ്ങൾ, ഈ വാക്കുകൾ, ഈ അക്ഷരങ്ങൾ, ഇത് ദൈവശ്വാസീയമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഹേമിച്ചതുകൊണ്ട്, എന്നോട് പറഞ്ഞു തന്നതുകൊണ്ട്, എന്നെ കൊണ്ട് ഇത് എഴുതിച്ചു എന്ന് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് തിമത്യോസിന് സ്ഥലം സഭയുടെ ആത്മീകമായിരിക്കുന്ന ഗൗരവം, അതിന്റെ പ്രാധാന്യത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ വിശ്വാസ ലേഖനം അന്ന് തിമത്യോസിന് പൗലോസ് ഇത് എഴുതി കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന വിഷയം എന്താണ്? അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും. നമുക്കറിയാം, നമ്മൾ എഫെസ്യർ 2:8 വായിക്കുമ്പോൾ, കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, പ്രവൃത്തികൾ കാരണമല്ല. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത് സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മൾ സൃഷ്ടിച്ചു. അപ്പോൾ ഇവിടെ പറയാ സകല സൽപ്രവൃത്തിക്കും എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി തന്റെ വിശ്വാസ ജീവിതത്തിൽ പാലിച്ചു പോരേണ്ട സകല സൽപ്രവൃത്തികളും, എല്ലാ പ്രമാണങ്ങളും, എല്ലാ ഉപദേശങ്ങളും, എല്ലാ ഉത്തരവാദിത്വങ്ങളും വ്യക്തമായി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഈ തിരുവെഴുത്തിലാണ്. അതുകൊണ്ട് തിരുവെഴുത്ത് വളരെ ഗൗരവത്തോടെ വ്യക്തി ജീവിതത്തിൽ പഠിക്കണം. സഭയിൽ വചന പഠനം ഒരനിവാര്യ വിഷയമാണ്. നമുക്ക് എല്ലാവർക്കും തിരക്കാണ്, ബന്ധപ്പാടാണ്, ഓവർ ടൈം ജോലിയുണ്ട്, കുഞ്ഞുങ്ങളെ വളർത്തണം, ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ വചന പഠനത്തിന് നമ്മൾ ഒരു സ്ഥാനം കൊടുത്തില്ല എങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അറിവ് അവിടെ ഇരുന്ന് ജീർണിക്കുവാനായിട്ട് തുടങ്ങും. ജീർണിക്കുക എന്ന് പറഞ്ഞാൽ ബലക്ഷയം സംബന്ധിച്ച് ചെതലെടുത്ത് ഒരു ഉപകാരവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഉപയോഗശൂന്യമായി മാറും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് യാതൊരു സ്ഥാനവും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഈ നിർജീവ അവസ്ഥ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ വിശ്വാസം നമ്മൾ ചിന്തിച്ചതറിയാം, ദൈവം നമുക്കറിയാം, നമ്മൾ ഭാവിച്ചിങ്ങനെ ഇരിക്കുക, പലപ്പോഴും എന്താണെന്ന് പോലും നമുക്കറിയത്തില്ല. ഇനി അറിയാവുന്ന കാര്യങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? നമ്മൾ അതിന് എന്തെങ്കിലും പ്രാധാന്യം ജീവിതത്തിൽ കൊടുക്കുന്നുണ്ടോ? അത് കൊടുക്കുന്നില്ല, കാരണം എനിക്കറിയാം. പക്ഷേ അതിന്മേൽ പതിഞ്ഞിരിക്കുന്ന പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ്, ഒന്ന് തട്ടി ഉണർത്തി അത് ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആത്മീക ജീവിതം ചൈതന്യമുള്ളതായി തീരത്തുള്ളൂ. മരിച്ചതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നൊരു ചൊല്ലുണ്ട്. ഇന്നത്തെ പല വിശ്വാസികളുടെയും അവസ്ഥ ഇതാ. രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലെന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാനും വയ്യ. അതാണ് ജീവിതം. കാരണം രക്ഷയെക്കുറിച്ചറിയാം, പക്ഷെ രക്ഷയുടെ പരിജ്ഞാനം ആ വ്യക്തിക്കില്ല. രക്ഷയുടെ പരിജ്ഞാനം ഞാൻ സ്വർഗത്തിൽ പോകുന്നുള്ള പരിജ്ഞാനമല്ല. രക്ഷയിൽ എന്തൊക്കെ ദൈവം അവന് വേണ്ടി കരുതിയിട്ടുണ്ട് അതൊരു വശം. രണ്ടാമത്തെ വിഷയം, രക്ഷയിൽ അവന്റെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണ്. ആ ഭൂമിയിൽ ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാൻ കൊടുത്തിരിക്കുന്ന
കാലയളവിൽ ആ വ്യക്തിയിൽ കുറിച്ച്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം എന്തെല്ലാം പ്രതീക്ഷിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാത്തത് ജീർണാവസ്ഥയാണ്. ഈ ജീർണാവസ്ഥ എന്ന് പറയുന്നതിന് ആത്മീയമായിട്ട് രക്ഷിക്കപ്പെട്ട അങ്ങിരിക്കും ഒരു പ്രയോജനവും സഭയ്ക്കും ഉണ്ടാകത്തില്ല, ദൈവത്തിനും ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മുടെയൊക്കെ സ്ഥലം സഭകളുടെ ഇന്ന് ജീർണാവസ്ഥയ്ക്ക് കാരണം വിശ്വാസികൾ, ഒന്നിലധികം ആളുകൾ ഈ ജീർണാവസ്ഥയിലേക്ക് മാറിപ്പോകുന്നുണ്ട്, ശുശ്രൂഷകന്മാർ മാറിപ്പോകുന്നുണ്ട്. കാരണം എന്താ? വചന പഠനത്തിന് അവർക്ക് സമയമില്ല, വചന പഠനത്തിന് താല്പര്യമില്ല. പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിച്ച്, പ്രസംഗങ്ങളാണെങ്കിൽ 10-20 പ്രാവശ്യമൊക്കെ ഒരേ മെസ്സേജ്, ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പ്രസംഗിക്കുന്നുണ്ട്. അതിന്റെ കാരണം ദൈവാത്മാവ് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്, അല്ലേ? ഒരേ വാക്യം തന്നെ നമ്മൾ ഒരു 100 വട്ടം വായിക്കുമ്പോൾ 100 ആത്മീക ചിന്തകളാണ് ഒരേ വാക്യത്തിൽ ദൈവം, അതായത് കാലത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച്, സ്ഥലം സഭയുടെ ആവശ്യത്തിനനുസരിച്ച്, ദൈവജനത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് തക്ക സമയത്ത് ആവശ്യമായ ദൂതാണ് ദൈവം തരുന്നത്. 10 വർഷം മുമ്പ് പ്രസംഗിച്ച പ്രസംഗം ഉദാഹരണ സഹിതം ഇന്നും പ്രസംഗിക്കുന്നെങ്കിൽ ഈ 10 വർഷം ഈ സഭയ്ക്ക് ഒരു വളർച്ച ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഈ വിശ്വാസിക്ക് ഒരു വളർച്ച ഉണ്ടായിട്ടില്ല എന്നതിന്റെ അർത്ഥം. അംഗബലം കൂടിയിട്ടുണ്ടാകാം, പക്ഷെ ആത്മീകമായിട്ടൊരു വളർച്ച ഉണ്ടായിട്ടില്ല. അപ്പൊ തിമോഥെയോസിനെ പൗലോസ് ഓർപ്പിക്കുന്ന വിഷയം, സകല സൽപ്രവൃത്തിക്കും നീ വക പ്രാപിച്ച്, രണ്ടാമത്തെ വാക്കുകൾ, തികഞ്ഞവനാകേണ്ടതിന്, പെർഫെക്റ്റ് ആകുവാനായിട്ട്, മച്വർ ആകുവാനായിട്ടാണ് ദൈവവചനം തന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മീക പക്വത എത്രത്തോളം ആയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യം. എന്നിട്ട് അടുത്ത വാക്യം, ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ഏറ്റവും ലളിതമായി പറഞ്ഞാല്, നമ്മുടെ ആത്മീക ജീവിതത്തെ, അല്ലെ വിശ്വാസ ജീവിതത്തെ, അതിന്റെ ആത്മീക പക്വതയിലേക്ക്, അല്ലെങ്കിൽ ക്രിസ്തു എന്ന തലയോളം വളരുവാനാണല്ലോ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രമാണം. അതായത് ആത്മീക പക്വത, തികവ്, പ്രായപൂർത്തി. ആത്മീകമായിരിക്കുന്ന ഒരു പ്രായപൂർത്തിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാനായിട്ട് ദൈവം തന്നിരിക്കുന്ന മായമില്ലാത്ത പാലാണ് ദൈവവചനം. ഇത് നമ്മൾ രക്ഷിക്കപ്പെടുന്ന ആളോട് പറയും, വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വഞ്ചിപ്പിൻ. രക്ഷിക്കപ്പെട്ട 50 വയസ്സായവർക്ക് പാലല്ലോ, പിന്നെ കട്ടിയുള്ള ആഹാരമല്ലേ ആവശ്യം? കട്ടിയുള്ള ആഹാരമല്ലല്ലോ, ഈ മായമില്ലാത്ത പാൽ തന്നെ അവർ കുടിക്കണം. ഈ മായമില്ലാത്ത പാല് കുടിക്കുമ്പോൾ വളർച്ചയ്ക്കനുസരിച്ച് കട്ടിയുള്ള ആശയങ്ങൾ, ആഴമേറിയ ആത്മീക സത്യങ്ങൾ ഈ മായമില്ലാത്ത പാലിൽ നിന്ന് അവന് ദഹിച്ചു കിട്ടും, അല്ലെങ്കിൽ വേർതിരിച്ചു കിട്ടുന്ന അതിന്റെ ആശയം. അപ്പോൾ ദൈവവചന പഠനം തിമോഥെയോസിന് പൗലോസ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, എല്ലാ തിരുവെഴുത്തും, നിന്റെ കയ്യിലിരിക്കുന്ന തിരുവെഴുത്ത്, ഞാൻ ഈ നിനക്ക് എഴുതുന്ന കത്തുകൾ അടക്കം എല്ലാം നിന്റെ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനുമാണെന്ന് നീ മനസ്സിലാക്കണം. എന്തിനാ തിമോഥെയോസ് ഒരു സുവിശേഷകനല്ലേ? തിമോഥെയോസ് ഒരു മൂപ്പനല്ലേ? തിമോഥെയോസ് ഒരു ഉപദേഷ്ടാവല്ലേ? ഇനി എന്തിനാ ഇതൊക്കെ പഠിക്കണം? നമ്മുടെയൊക്കെ ചിന്ത, ഞാനൊരു സുവിശേഷകനാണ്, ഞാനൊരു മൂപ്പനാണ്, ഞാനിനി എന്തിനാ വചനം പഠിക്കുന്നത്? അങ്ങനെയുള്ളവരാണ് വചനം പഠിക്കേണ്ടത്. അങ്ങനെയുള്ളവർ പഠിച്ചാലാണ് വിശ്വാസികൾക്ക് ഇത് പകർന്നു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. വിശ്വാസികൾക്ക് ഈ വചനം ദഹിച്ച് ഡൈജസ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കണം, വിഭാഗിച്ചു കൊടുക്കണം, വ്യാഖ്യാനിച്ചു കൊടുക്കണം, വിശദീകരിച്ചു കൊടുക്കണം. അത് ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വമാണ്. സംശയങ്ങൾ ചോദിക്കുമ്പോൾ നീ അവിടെ മിണ്ടാതിരിക്കുക എന്നാണ് പല സഭകളിലും ശുശ്രൂഷകന്മാർ പറയുന്നത്. നീ അത് അറിയേണ്ട വിഷയമല്ല എന്ന് പറയുന്ന ഉപദേശന്മാരുണ്ട്. കാരണം എന്താ? എനിക്കത് അറിയത്തില്ല, അത് തന്നെ വിഷയം. അപ്പോൾ ദൈവസന്നിധിയിലിരുന്ന ശുശ്രൂഷകന്മാർ ദൈവവചന പരിജ്ഞാനം പ്രാപിക്കേണ്ട ആവശ്യകത ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ 3-ാം അധ്യായം അവസാനിക്കുമ്പോൾ രേഖപ്പെടുത്തി കൊടുക്കുക. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ദൈവവചന പഠനം വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. ഇത് വ്യക്തി ജീവിതത്തിൽ ആവശ്യമാണ്. സ്ഥലം സഭകളിൽ ബൈബിൾ ക്ലാസ്സുകൾ അത്യാവശ്യമാണ്. നമ്മൾ പലപ്പോഴും ആളുകളെ ഇമ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ, മറ്റ് ശുശ്രൂഷകന്മാരെ, പ്രഗത്ഭകരെ, ഉപദേഷ്ടാക്കന്മാരെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും, ശുശ്രൂഷ കൊടുക്കാൻ. ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നു എന്ന് ആരും വിചാരിക്കേണ്ട. അത് തെറ്റൊന്നുമല്ല, ആവശ്യമാണ്. പക്ഷെ അതൊരു ഹാബിറ്റാക്കി മാറ്റി കൊണ്ടു നടക്കുന്നത് വചനപ്രകാരം തെറ്റാ. കാരണം ദൈവം സ്ഥലം സഭയിലാണ് ശുശ്രൂഷകന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ, മൂപ്പന്മാരെ, സുവിശേഷന്മാരെ ഓരോ സ്ഥലം സഭയിൽ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് കൊണ്ട് സ്ഥലം സഭയിലുള്ള ഉപദേഷ്ടാക്കന്മാർക്ക്, ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷ കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്. അവരുടെ പരിശീലന കളരിയാണ് സ്ഥലം സഭ എന്ന് പറയുന്നത്. ഈ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന വ്യക്തികൾ നമുക്കറിയാം, ഒരു സഭയിൽ നിന്ന് അവരൊരു സഭയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന വ്യക്തികളല്ല. കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സഭയ്ക്ക് കീഴ്പ്പെടുന്നുള്ള ആവശ്യത്തിൽ ആരും എന്നെ തെറ്റായിട്ട് മനസ്സിലാക്കണ്ട.
അവർ ഒരാഴ്ച ഒരു സഭയിലാണെങ്കിൽ അടുത്ത ആഴ്ച ശുശ്രൂഷയ്ക്ക് അടുത്ത സഭയിലാണ്, അതിന്റെ അടുത്ത ആഴ്ച വേറൊരു സഭയിലാണ്. അവരുടെ മാതൃസഭയിൽ ഒരു വർഷത്തിൽ 1-2 സൺഡേ അവർ വരികയുള്ളൂ. എന്നാൽ 365 ദിവസവും ഒരു സ്ഥലം സഭയിൽ ചേർന്ന് പോകുന്ന ഒരു ഉപദേഷ്ടാവ്, ഒരു ശുശ്രൂഷകൻ, ഒരു മൂപ്പൻ, സുവിശേഷകൻ സഭയിൽ ഉണ്ടെങ്കിൽ ആ സഭ ആ ശുശ്രൂഷകനെ പ്രയോജനപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് സഭയിൽ ദൈവം ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുന്നത്. ഇന്ന് നമുക്ക് സ്വന്തം സഭയിലെ ശുശ്രൂഷകന്മാരോട് യാതൊരു താല്പര്യമില്ലാത്തൊരു കാലം. കാരണം നമുക്കറിയാം അദ്ദേഹം ആരാണ്. അതുകൊണ്ട് അവിടെ ഇരുന്നാൽ മതി എന്നൊരു കൺസെപ്റ്റാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ സഭകള് ഈ വരുന്ന ആളുകൾ, ഇമ്പോർട്ടഡ് ആളുകൾ, അവരുടെ ഇമ്പോർട്ടഡ് ആശയം കൊണ്ട് ഇവിടെ വന്ന് ഉപദേശിച്ചിട്ട് അവർ പോകുന്നു. ഇവിടെയുള്ള വിശ്വാസികൾ എല്ലാവരും നല്ലവരാണെന്നല്ലാതെ വിശ്വാസികളുടെ കുറവ് പറയാൻ അവർ ശ്രമിക്കാറില്ല. കാരണം പറഞ്ഞാൽ എന്താ, പല പ്രശ്നങ്ങളുണ്ട്. ഇവിടെ പറയുന്നത് ഉപദേശം, ശാസന, ഗുണീകരണം. ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താണ് ശരി, ശാസന എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ്, ഗുണീകരണം എങ്ങനെയാണ് തിരുത്തേണ്ടത്. ഈ 3 ആശയങ്ങളാണ് ദൈവവചനത്തിലുള്ളത്. ഒരു സ്ഥലം സഭ ആത്മീയമായി വളർന്നു വരുമ്പോൾ ആ സഭയിൽ നിൽക്കുന്ന ശുശ്രൂഷകരാണ് ആ സഭയുടെ പൾസ്, അത് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവവചന ശുശ്രൂഷ, ആ ശുശ്രൂഷ സഭയിലെ ശുശ്രൂഷകന്മാർ ചെയ്യുമ്പോൾ സഭയ്ക്കൊരു ആത്മീയ കുറ്റം പറയാനും പുൾപിറ്റിൽ കിടന്ന് കുറ്റപ്പെടുത്താനും അല്ലത്. സ്ഥലം സഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി ദൈവം സഭയിൽ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാർക്ക് അതത് സഭയിൽ ശുശ്രൂഷ കൊടുക്കണം, യുവാക്കന്മാർക്ക് കൊടുക്കണം, അവരിലുള്ള കൃപകൾ വെളിപ്പെട്ടു വരുവാനായിട്ട് അവർക്ക് അവസരം കൊടുക്കണം. പല സഭകളിലും ഗസ്റ്റുകൾ ഒഴിഞ്ഞിട്ട് അവിടെയുള്ള സഭയിലുള്ള ശുശ്രൂഷകന്മാർക്ക് അവസരം ഉണ്ടാകാറില്ല എന്നുള്ളത് ഒരു സത്യം, ഒരു പരമാർത്ഥമാണ്. കാരണം വലിയ സഭകളിലൊക്കെ ഗസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഈ വിഷയം പറഞ്ഞതെന്നറിയോ, ഈ ഗസ്റ്റുകൾ വന്ന് പല സഭകളിലും വളർന്നു വരേണ്ട അനേക ശുശ്രൂഷകന്മാർ, ഉപദേഷ്ടകന്മാർ, സുവിശേഷകന്മാർ, മൂപ്പന്മാരൊക്കെ കെട്ടടങ്ങിപ്പോയി. അവരടങ്ങി ഒതുങ്ങി ഇരുന്ന ഒരു സാധാ വിശ്വാസിയെ പോലെ കൃപകൾ കൊണ്ട് ഞെരുങ്ങിപ്പോകേണ്ട സാഹചര്യം പല സഭകളിലുണ്ട്. അതൊരിക്കലും യോഗ്യമല്ല എന്നാണ് ദൈവാത്മാവിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ദൈവവചനം സ്ഥലം സഭയെ ക്രമീകരിക്കുമ്പോൾ പുറത്തുനിന്ന് ശുശ്രൂഷകന്മാരെ വരുത്തണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ സ്ഥലം സഭയുടെ പ്രധാന വിഷയം ആ സഭയിലെ ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷകൾ കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം ആ സഭയിൽ വളർന്നു വരുന്ന യുവതലമുറയെ ദൈവവചന അഭ്യസനത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഭാവിയിൽ അവർ മൂപ്പന്മാരായിട്ട് വന്നിരിക്കുമ്പോൾ സഭയിൽ വചനം ശുശ്രൂഷിക്കാനുള്ള പരിജ്ഞാനം അവർക്കുണ്ടാകണം. ഇന്ന് യുവാക്കന്മാരായിരിക്കുമ്പോൾ വചനം അവർ ശുശ്രൂഷിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പെശക് പറ്റിയാൽ ഉടനെ മുടക്കുവാനായിട്ടല്ല, ആ പെശക് തിരുത്തി പറഞ്ഞുകൊടുത്ത് ബലപ്പെടുത്തിയ മകനെ ഇനിയും നീ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എൻകറേജ് ചെയ്യുവാനായിട്ടുള്ള ശുശ്രൂഷകന്മാർ, ആത്മീക ഭാരമുള്ള ആത്മീക നേതൃത്വത്തെയാണ് ഇന്ന് സ്ഥലം സഭകൾക്ക് ആവശ്യം. നമ്മുടെയൊക്കെ സ്ഥലം സഭകള് നമ്മൾ പങ്കെടുക്കുന്ന കുറച്ചു പേരാണ് എങ്കിലും നമ്മുടെ സ്ഥലം സഭയിൽ എന്തുണ്ടാവും, ഈ ഒരു സംവിധാനം ഉണ്ടോ? നമ്മുടെ സഭയിൽ ശുശ്രൂഷകർക്ക്, ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ സഭയിലെ ശുശ്രൂഷക്കാർക്ക് ശുശ്രൂഷ വ്യാപാരം ചെയ്യുവാൻ, ശുശ്രൂഷിക്കുവാനായിട്ടുള്ള അവസരം നമ്മുടെ സഭയിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അല്ലാതെ സഭയെക്കുറിച്ച് യാതൊരു ഭാരവുമില്ലാതെ സഭകൾ തോറും നടക്കുന്ന വ്യക്തികളെ കൊണ്ട് ശുശ്രൂഷിക്കുമ്പോൾ നമുക്കെല്ലാം നമ്മൾക്കൊരു പ്രശ്നവും ഇല്ലല്ലോ. വരുന്നു, പ്രസംഗിക്കുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, അവർ പോകുന്നു. അതിൽ അത്രയായി നമ്മുടെ വചന ശുശ്രൂഷ രംഗങ്ങളൊക്കെ ഇന്ന് തുറന്നു പറയുന്നതിൽ എനിക്ക് ശങ്കയൊന്നുമില്ല, ആർക്ക് പിണക്കം തോന്നിയില്ല, എനിക്ക് പ്രയാസമില്ല. കാരണം ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു ശുശ്രൂഷകൻ വന്നാൽ ശുശ്രൂഷ ചെയ്യട്ടെ, ഗിഫ്റ്റും കൊടുത്തു വിടുക. നമ്മുടെ ഹൃദയവുമായിട്ടോ ദൈവവചനമായിട്ടോ ഇത് നമ്മൾ ലിങ്ക് ചെയ്യാറില്ല എന്നുള്ളത് സർവത്ര കാണപ്പെടുന്ന ഒരു പ്രതിഭാസമായി മാറിയിരിക്കുക. അതിന്റെ കുറവുകളാണ് ഇന്ന് നമ്മുടെ സഭയിൽ കാണാം. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി ഭാരപ്പെടുന്നുണ്ട്. കാരണം എന്താ, ഈ ദൈവവചനം ക്രിയ ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മുമ്പാകെ വിധേയപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകണം. വചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കണം. ദൈവം മുറിവുണ്ടാക്കുമ്പോൾ നമുക്ക് പ്രസംഗിച്ച വ്യക്തിയോടെ പലപ്പോഴും അരിശവും പിണക്കവും ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ കീറി മുറിച്ച് കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് തിരുത്തുന്നതിന് പകരം മുറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ, തുന്നിക്കെട്ടാതെ പരിഹാരം വരുത്താതെ പോയി കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് പഴുക്കും, വ്രണപ്പെടും, കൃമികീടങ്ങൾ അതിനകത്തുണ്ടാവും, ഇൻഫെക്ഷൻ ആകും. അതൊക്കെ ആത്മീയ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്ഥലം സഭയുടെ ആത്മീക അഭിവൃദ്ധി മുരടിച്ച് സഭയുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലെത്തും. ഈ ഒരു അവസ്ഥയെ തിമോഥെയോസിന് മുമ്പിൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, നീ
ദൈവവചനം പഠിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നീ പെർഫെക്റ്റ് ആയി എന്ന് നീ വിചാരിക്കാതെ അനുദിനം ദൈവവചനത്തിൽ പഠനത്തിലും ഉപദേശത്തിലും ഗുണീകരണത്തിലും നിലനിൽക്കുന്ന, കണ്ടിന്യൂ ചെയ്യുന്ന, തുടർന്നു പോകുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. എത്രയോ ഭംഗിയായിട്ടാണ് പൗലോസ് തന്റെ ഹൃദയഭാരം അരുമശിഷ്യനായിരിക്കുന്ന തിമത്യോസിന് പകർന്നു കൊടുക്കുന്നത്. ഈ തിമത്യോസിന് പൗലോസ് പകർന്നു കൊടുത്ത ആ ഉപദേശം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും വേണ്ടി പകർന്നു തന്നതാണ് എന്നാണ് ഈ 3:16-17 വാക്യങ്ങൾ അർത്ഥമാക്കുന്ന വിഷയം. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ സ്ഥലം സഭകളിൽ വചന പഠനത്തിന് ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകേണ്ട ഒരു കാലഘട്ടമാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്ത തലമുറ വചനം എന്താണെന്നറിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. അത് പാടില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ രക്ഷയുടെ പരിജ്ഞാനം എന്ന് പറഞ്ഞത് 3 കാര്യങ്ങൾ: രക്ഷയെക്കുറിച്ചുള്ള പരിജ്ഞാനം, വിശുദ്ധീകരണം, പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിൽ എങ്ങനെ ആ രക്ഷ കൊണ്ടുവരണം, തേജസ്കരണം, നമ്മുടെ ഗ്ലോറിഫിക്കേഷൻ, അതായത് കർത്താവിന്റെ വരവെങ്കിൽ ഈ രക്ഷ കൊണ്ട് നാം എന്തായി നിൽക്കാനായിട്ട് പോകുന്നു എന്നുള്ള പരിജ്ഞാനം, ഇതിന് നമ്മൾ വചനം പഠിക്കേണ്ടത് ആവശ്യമാണ്. സ്ഥലം സഭയുടെ ഉപദേശത്തിനും ശാസ്ത്രത്തിനും ഗുണീകരണത്തിനും സൽപ്രവൃത്തികൾ നമ്മൾ തികഞ്ഞു വരേണ്ട, അതായത് വിശ്വാസ ജീവിതം, അതാണ് സൽപ്രവൃത്തികൾ എന്നുള്ളതിന്റെ ഒരു ടോട്ടലിറ്റി എന്ന് പറഞ്ഞാൽ, ആകത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നതിനു വേണ്ടിയാണ് തിരുവെഴുത്ത് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് പൗലോസ് എഴുതിയതല്ല, പത്രോസ് എഴുതിയതല്ല. ദൈവം അവരെ നിയോഗിച്ചിട്ട്, ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട്, അവർ നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ നമുക്ക് തന്നതാണ് എന്നാണ് ദൈവവചനത്തിന്റെ ഒറിജിനെ കുറിച്ച്, അല്ലെങ്കിൽ അത് നമുക്ക് കയ്യിൽ ലഭിച്ചതിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. ഇനി നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വരികയാണ്. പൗലോസ് തന്റെ ലേഖനത്തിന്റെ എഴുത്തിന്റെ അവസാന സ്റ്റേജിലേക്ക് വരികയാണ്. ദൈവവചനത്തിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പൗലോസിന് എത്ര പറഞ്ഞു കൊടുത്തിട്ടൊന്നും മതിയാകുന്നില്ല. അതാണ് പൗലോസിന്റെ ഒരു പ്രത്യേകത. കാരണം വചനത്തിനു വേണ്ടി ജീവിതം ഹോമിച്ച എന്ന് പറഞ്ഞാൽ, ആദ്യം സമർപ്പിച്ചു, പിന്നെ ഹോമിച്ചു. ഈ രണ്ടാശയം ശരിയാണ്. ദൈവവചനത്തിനു വേണ്ടി ജീവിതം അർപ്പിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. അതുകൊണ്ട് പൗലോസ് പറയുന്ന വാക്കിന് ആ ഒരു വില, ആ ഒരു ആശയം, ആ ഒരു ഗൗരവം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. 4-ാം അധ്യായം ആരംഭിക്കുമ്പോൾ പൗലോസ് തന്റെ ജീവിതത്തിലേക്ക്, നമുക്ക് അതിന് 2 സെക്ഷനായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങള് അവിടുത്തെ വിഷയം ദൈവവചനം എന്നുള്ള, ദൈവവചനം നീ പ്രസംഗിക്കുക, അതാണ് അവിടുത്തെ പ്രബോധനം. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വചനം പ്രസംഗിക്കേണ്ടതിന്റെ ആവശ്യകത. അപ്പൊ ഇത്ര നേരം പറഞ്ഞത് വേറെ വല്ലതുമാണോ? ഇത്രയും നേരം പറഞ്ഞ അത് തന്നെയാ. അപ്പൊ തിമത്യോസ് ഒരു ഉപദേഷ്ടാവായിരിക്കുന്നത് കൊണ്ട് തിമത്യോസിന്റെ ഹൃദയത്തിൽ ദൈവവചനം സമ്പൂർണമായി അതിന്റെ പൂർണ്ണ ആശയത്തിൽ നിറഞ്ഞിരിക്കേണ്ടത് ആവശ്യം. എന്ന് പറഞ്ഞാൽ ഉപദേഷ്ടാക്കന്മാർ, സഭാ ശുശ്രൂഷകന്മാർ, മൂപ്പന്മാരും സുവിശേഷകന്മാരും ഡീക്കന്മാരും ഉപദേഷ്ടാക്കന്മാരും സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ ദൈവവചന പരിജ്ഞാനമുള്ളവരായിരിക്കണം. ഏറ്റവും ലളിതമായ ഭാഷയിൽ അതാണ് അതിന്റെ ആശയം. പ്രായമായി മൂത്തുപോയത് കൊണ്ട് മൂപ്പരാകുന്ന അനേകം മൂപ്പന്മാർ പല സഭകളിലും ഉണ്ട്. പ്രായം കൊണ്ട് മൂപ്പരായവർ, സമ്പത്ത് കൊണ്ട് മൂപ്പരായവർ, സ്വാധീനം കൊണ്ട് മൂപ്പരായവർ, ഇതുപോലെ തന്നെ സുവിശേഷന്മാരുടെ ഇടയ്ക്കുമുണ്ട്. സാമർത്ഥ്യം കൊണ്ട് സുവിശേഷന്മാരായവരുണ്ട്, കഴിവ് കൊണ്ട് സുവിശേഷന്മാരായവരുണ്ട്, സ്വാധീനം കൊണ്ട് സുവിശേഷന്മാരായവരുണ്ട്. ഇതിലെല്ലാം അതീതമായി നിൽക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ദൈവവിളി കൊണ്ട് ശുശ്രൂഷ സ്ഥാനത്ത് വന്നവർ. ഇതിലേത് കാറ്റഗറിയിൽ ഞാൻ ഉൾപ്പെടുന്നു, നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ദൈവസേനയിൽ വ്യക്തിപരമായിട്ട് ശോധന ചെയ്യുക. ഏത് നിലയിലായാലും ശുശ്രൂഷ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിഷയം അവൻ വചനപരിജ്ഞാനം പ്രാപിച്ചിരിക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ സാമർത്ഥ്യം കൊണ്ടായിരിക്കാം നമ്മൾ സഭയിൽ ശുശ്രൂഷ സ്ഥാനത്ത്, നേതൃസ്ഥാനത്ത് നിൽക്കുന്നത്. സ്വാധീനം കൊണ്ടായിരിക്കാം. എന്തുകൊണ്ടായാലും ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ സ്ഥാനം എന്ന് പറയുന്നത് ദൈവകൽപിത സ്ഥാനമാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ഭരിക്കണം. അവിടെ നിൽക്കുന്ന വ്യക്തിയുടെ അടിസ്ഥാന യോഗ്യത, ബേസിക് ക്വാളിഫിക്കേഷൻ, ദൈവവചനം അറിയുന്ന വ്യക്തി ആയിരിക്കണം എന്നുള്ളതാ. വചനം അറിയുന്ന വ്യക്തി ആയിരിക്കണം. ഈ വചന പരിജ്ഞാനം ഇല്ലെങ്കിൽ ആ സഭ അധപ്പതിച്ചു പോകുന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ ഇവിടെ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പറയുന്ന വിഷയം, പൗലോസ് ആ വിഷയം പറഞ്ഞു വരുമ്പോൾ പൗലോസിന്റെ ഹൃദയത്തിൽ നിന്ന് ഏറ്റവും അവസാനമായിട്ട് ഇതുവരെ പറഞ്ഞു വന്ന വിഷയം എല്ലാം ഗൗരവത്തോടെ പറഞ്ഞു വന്നു. പക്ഷെ ഇപ്പോൾ പൗലോസ് അതിന്റെ അൾട്ടിമേറ്റ് ഫീലിംഗ് വന്നിരിക്കുകയാണ്. നമ്മൾ വായിക്കുന്നത്, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി
സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. ഇത് ഒറ്റ വാക്കിൽ വായിച്ചാൽ ഒന്നും പിടികിട്ടത്തില്ല. ആദ്യത്തെ വാക്ക് ദൈവത്തെയും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെയും സാക്ഷി. ദൈവിക തൃത്വത്തിലെ ആളത്വങ്ങളെ വ്യക്തമായി നമുക്ക് അവരുടെ ശുശ്രൂഷകളെ വെളിപ്പെടുത്തി തന്നത് അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ച പൗലോസിനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ തിമത്യോസിന് ഈ വിഷയം പറയുമ്പോൾ പിതാവായ ദൈവത്തെയും സർവാധികാരി അല്ലെങ്കിൽ സകലത്തിനും മീതെ വ്യാപരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വവും പിതാവായ ദൈവത്തിന്റെ ഹിതവും എല്ലാം കൂടി ഉൾപ്പെടുത്തി പിതാവായ ദൈവത്തെയും, രണ്ടാമത് പറയുന്നത് ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശു. ന്യായവിധിയൊക്കെയും പിതാവ് പുത്രനെ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ആ വിഷയങ്ങളൊക്കെ പഠിച്ച അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ന്യായവിധിയൊക്കെയും പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തി 10:42 യേശു ക്രിസ്തുവാണ് മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ന്യായം വിധിക്കുന്നത്. അതായത് മരിച്ചുപോയവരെയും കർത്താവിന്റെ വരവ്. ഇനി അടുത്ത വാക്കിൽ പൗലോസ് ഒരു വാക്ക് പോലും വിട്ടുപോയിട്ടില്ല. അവിടെ പറയുകയാണ് സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത, രാജ്യസ്ഥാപനം, ഈ രണ്ട് വിഷയം അവിടെ ചേർത്ത് വെച്ചിട്ട് പറയുകയാണ് ഈ കാര്യങ്ങളെ ചേർത്ത് വെച്ച് ഞാൻ സത്യം ചെയ്ത് നിന്നോട് കൽപ്പിക്കുന്നത്. ഇതുവരെ പൗലോസ് പ്രബോധനമാണ് കൊടുത്തത്, ഉപദേശമാണ് പൗലോസ് കൊടുത്തത്. ഇവിടെ വന്നപ്പോൾ അത് കമാൻഡായി, ഒരു കൽപ്പനയായിട്ട് കൊടുക്കുക. എന്താ കൽപ്പിച്ചത്? നീ വചനം പ്രസംഗിക്കുക. മൂപ്പന്മാരോട്, സുവിശേഷകന്മാരോട്, ഉപദേഷ്ടാക്കന്മാരോട്, ഡീക്കന്മാരോട്, സഭയിലെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വ്യക്തികളോടും ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ള ഏക വാക്ക് നീ വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്. തിമത്യോസ് 3 അധ്യായത്തിൽ നമ്മൾ വായിച്ചു, മൂപ്പൻ അല്ലെങ്കിൽ അധ്യക്ഷൻ ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. ഇവിടെ തിമത്യോസിനോട് പറയുകയാണ് നീ പ്രസംഗിക്കണം. ആ പ്രസംഗത്തിന്റെ പ്രത്യേകത എന്താ? അവിടെ ആ ആദ്യത്തെ ഈ 1-ാം വാക്യത്തിൽ പറഞ്ഞ വിഷയം, ഒന്ന്, ന്യായവിധി നടത്തുന്നത് കർത്താവാണ്. സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ, ശുശ്രൂഷകന്മാർ വിശ്വാസികളെ വചനം പഠിച്ചില്ലെങ്കിൽ ന്യായവിധി ദിവസത്തിൽ കർത്താവ് ശുശ്രൂഷകന്മാരെ വിസ്തരിച്ച് വേണ്ടത് കൊടുക്കും. ക്രിസ്തുവിന്റെ ന്യായസഭയുടെ വിഷയം നമ്മൾ പഠിച്ചതാണ്. വിശ്വാസികൾ ആത്മീയമായി മുരടിച്ചു പോകുവാൻ, ഒരു സഭയിൽ ആത്മീയമായി ക്ഷീണിച്ചു പോകുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ടത് ഇടയന്മാരാണ്, മൂപ്പന്മാരാണ്, ഉപദേഷ്ടാക്കന്മാരാണ്, സുവിശേഷകന്മാരാണ്. അപ്പൊ അവര് കണക്ക് കൊടുക്കണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത ആളുകളെ കൊണ്ട് ശുശ്രൂഷിച്ചാൽ ഇവർ ആർക്ക് കണക്ക് കൊടുക്കും? സഭയിൽ ശുശ്രൂഷിക്കാൻ അവസരം ശുശ്രൂഷകന്മാർക്ക് കൊടുക്കണം. യുവാക്കന്മാരെ ട്രെയിൻ ചെയ്യാൻ അവിടെ കൊണ്ടുവരണം. അവരാണ് ഭാവിയിൽ മൂപ്പന്മാരായും ഉപദേഷ്ടാക്കന്മാരായും സഭയിൽ തെളിഞ്ഞു വരേണ്ടത്. അതിനുള്ള വേദികൾ അവർക്ക് കൊടുക്കണം. മടിയുള്ളവരെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം. എന്നിട്ട് അവരോട് പറയുന്ന വിഷയം നീ വചനം പ്രസംഗിക്കുക. അതിന് കാരണം എന്താ? ന്യായവിസ്താരത്തിന്റെ ദിവസം വരുന്നുണ്ട്. ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും രാജ്യവും, അതായത് കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് വേണ്ടി നിൽക്കുന്ന ഒരു അവസരമുണ്ട്. അതുകൊണ്ട് നീ വചനമായിട്ട് പഠിപ്പിച്ചില്ലെങ്കിൽ അവിടെ നിനക്ക് ഛേദം വരും. ഛേദമല്ലേ വരത്തുള്ളൂ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഛേദം വരാതിരിക്കും. നമുക്ക് ഛേദം വന്ന തന്നെ നമുക്കിപ്പോ ഒന്നും ഒരു ഛേദമല്ല, അത്ര അല്ലേ സംഭവിച്ചുള്ളൂ. നമ്മൾ അടുത്ത ഓപ്ഷൻ തേടി പോകും. ഛേദം വരും എന്ന് പറഞ്ഞാൽ നിസ്സാര വിഷയമല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നുണ്ട്. ഇവിടെ 2-ാം വാക്യത്തിൽ വചനം പ്രസംഗിക്കുക. അപ്പോൾ 1-ാം അധ്യായം ഈ 3:16-17 വാക്യങ്ങളിൽ ദൈവവചനത്തിന്റെ പ്രത്യേകത പറഞ്ഞിട്ട് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്റെ എഴുത്ത് താൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ അവിടെ എടുത്തു പറയുന്ന വിഷയം നീ വചനം പ്രസംഗിക്കുവാനായിട്ട് ഒരുക്കമുള്ളവനായിട്ട് എപ്പോഴും ഇരിക്കണം. നമ്മൾ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് എന്താ? സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. എന്താണ് ഈ സമയം അസമയവും? ദൈവം സംസാരിക്കാൻ പറയാം. വചന ശുശ്രൂഷ സമയമാണോ ഈ സമയം? അല്ല. വചനം എന്ന് പറയുന്നത് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവനെ എന്താണ് ശരിയെന്ന് പഠിപ്പിക്കുന്നതാണ് ഉപദേശം. തെറ്റ് പറ്റിക്കഴിയുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ശാസന. ഗുണീകരണം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്തു കൊടുക്കുന്നതാണ് ഗുണീകരണം. നമുക്ക് ഒറ്റ പണി കാര്യത്തുള്ളൂ, ഒറ്റ മുടക്കാണ്. എന്താ കാരണം എന്നറിയാവോ? നമുക്ക് ഈ ദൈവാത്മാവിന്റെ കൃപയില്ല, ദൈവവചനത്തിന്റെ പരിജ്ഞാനമില്ല. നമ്മൾക്ക് ആരാണ്ട് ഏതാണ്ട് കാണിച്ചൊരു മാതൃകയുള്ളൂ, അത് നമ്മൾ ഫോളോ ചെയ്ത് മുടക്കിക്കൊണ്ട് നടക്കുക. ഇവിടെ പറയത്തെ വിഷയം, ആദ്യം നീ അവനോട് എന്താണ് ശരിയെന്ന് പറയണം. അവൻ തെറ്റിപ്പോയാൽ അവനെ ശാസിക്കണം.
എന്നിട്ട് അവനെ നേരിന്റെ പാതയിലേക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇതാണ് സഭാ ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വം. ഇത് സാധ്യമോ പ്രാക്ടിക്കലോ എന്നുള്ളത് നമ്മുടെ ചോദ്യമോ. അത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയാണ് ശുശ്രൂഷകന്മാരെ ദൈവം സഭയിൽ കൊണ്ടുവന്നത്. ഒരു വിശ്വാസി പിന്മാറ്റത്തിൽ പോയി അവൻ പിന്മാറ്റക്കാരനാണ്, അവൻ ഉടക്കനായിരിക്കാം, മോശടനായിരിക്കാം, വിധേയപ്പെടാത്തവനായിരിക്കാം. പക്ഷേ അവനെ ദൈവാത്മാവിൽ വിധേയപ്പെടുത്തി കൊണ്ടുവരുവാനായിട്ടാണ് ദൈവം സഭയിൽ ശുശ്രൂഷകന്മാരെ ആക്കിയിരിക്കുന്നത്. അതിന് പ്രാർത്ഥന ആവശ്യമാണ്. പിന്നെ താഴെ ഒരു വാക്കുകൂടി ഉപയോഗിച്ചിട്ടുണ്ട്. 2-ാം വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത് സകല ദീർഘക്ഷമയോടും കൂടെ. ദീർഘമായി ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തെറ്റുപറ്റി കഴിഞ്ഞാൽ അവൻ തിരുത്തപ്പെടുന്നത് വരെ അവനോട് ക്ഷമിക്കുവാനുള്ള മനോഭാവം ശുശ്രൂഷകർക്കുണ്ടാകണം. എന്നപ്പോ കർത്താവ് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിക്കും. കർത്താവ് ദീർഘമായി ക്ഷമിക്കുന്ന കൂട്ടത്തില്ല. ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം എന്നാ പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു, എനിക്ക് ഈ മനുഷ്യനുമായിട്ട് ഒരു ബന്ധമില്ല, അരുമ ശിഷ്യനായിട്ട് നടന്നതാ, നിന്നോട് കൂടെ മരിക്കാൻ തയ്യാറാന്ന് പറഞ്ഞ് നടന്ന പത്രോസ് തന്റെ ജീവിതത്തിന് മുമ്പിൽ ഏറ്റവും നിർണായക ഘട്ടം വന്നപ്പോൾ പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു, എനിക്ക് ഈ മനുഷ്യനെ അറിയത്തില്ല, നിങ്ങൾ എന്താണ് പറയുന്നത് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. കർത്താവ് ഉടനെ പത്രോസിനെ ശിഷ്യനല്ലാതെ അവക്കെ മാറ്റിക്കളഞ്ഞില്ല. ഇതുവരെ നീ എൻ്റെ കൂടെയായിരുന്നു, ഞാൻ നിന്നെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പത്രോസിനെ തിരിഞ്ഞൊന്ന് നോക്കി, ആ നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു. ആ നോട്ടത്തിന്റെ അർത്ഥം പത്രോസിന് മനസ്സിലായി. നല്ല ആത്മീകരായ മൂപ്പന്മാരാണെങ്കിൽ വിശ്വാസം തെറ്റിപ്പോയാൽ ഒന്ന് നോക്കിയാൽ മതി, അപ്പൊ കറക്റ്റായി പോകും. വിശ്വാസികളെക്കാൾ അയോഗ്യരായി നടക്കുന്ന ശുശ്രൂഷന്മാരാണ് സഭയിലുണ്ടെങ്കിൽ ആരും മൈൻഡ് ചെയ്യില്ല. അത് വിശ്വാസികളുടെ കുഴപ്പമല്ല, ശുശ്രൂഷന്മാരുടെ കുഴപ്പം. അതുകൊണ്ടാണ് ഇത്രയും വിഷയം ഇങ്ങനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് പറയുകയാണ് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയോട് വചനം പറഞ്ഞു കൊടുക്കുവാൻ, അവന് ചെയ്ത കാര്യം തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ പറ്റിയ സാഹചര്യമുണ്ട്. നമ്മൾ വിചാരിക്കും ഇപ്പോൾ പറഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് വിചാരിക്കുന്ന സമയം. ഈ 2 സമയമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാൻ ഇപ്പോൾ പറഞ്ഞാൽ അവൻ കറക്റ്റ് ആവും, നമ്മൾ ചിന്തിക്കാൻ ഇപ്പോൾ പറഞ്ഞാൽ അവൻ കറക്റ്റ് ആകത്തില്ല. ഈ 2 സമയത്തിലും നമ്മൾ ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ വിശ്വാസികളോട് ദൈവവചനം പങ്കുവയ്ക്കുവാനായിട്ട്, അവരെ ഉപദേശിക്കുവാനായിട്ട്, ശാസിക്കുവാനായിട്ട്, ഗുണീകരണത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സദാസമയവും ഒരുക്കമുള്ള ഒരു വ്യക്തിയായിരിക്കണം സഭാ ശുശ്രൂഷകൻ. എന്തുകൊണ്ടാണ് പൗലോസ് ഇത്രയും ഗൗരവമായിട്ട്? എന്നിട്ട് പൗലോസ് പറയുക ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക. അപ്പൊ ഒരു വിശ്വാസി തെറ്റിപ്പോയാൽ അവനെ ക്ഷമയോട്, അടിസ്ഥാന ഭാവം ക്ഷമയാണ്, അവനോട് ക്ഷമിക്കണം എന്നുള്ളതായിരിക്കണം മനോഭാവം, അവനെ ഒതുക്കണം എന്നുള്ളതായിരിക്കരുത്. നമ്മൾ കാലങ്ങൾ മറന്ന് 10,000-2000 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ക്ഷമ വിട്ടിട്ട് ഒതുക്കിലോട്ട് മാറി. പക്ഷെ മടങ്ങി വരണം, അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നുള്ള ആഗ്രഹത്തോടെ സകല ഉപദേശത്തോടും. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നിലയിൽ അവന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തി കൊടുക്കാമോ ആ മാർഗങ്ങളൊക്കെ ആലോചിച്ച് കൃപയോടെ ആ വ്യക്തിയെ നേടണം എന്നുള്ളതാണ് ദൈവാത്മാവിന്റെ പ്രബോധനം. എന്നിട്ട് പറയുക തർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗൗരവമായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഗൗരവമായിട്ട് പറയണം. നമ്മൾ പറയുന്നത് പാവം പിടിച്ച വിശ്വാസികളോടാ. ഇച്ചിരി മുഴുത്ത വിശ്വാസികളാണെങ്കിൽ, ഇച്ചിരി വലിയ വിശ്വാസികളാണെങ്കിൽ, ഇച്ചിരി ചുറ്റുപാടുകളൊക്കെ വിശ്വാസികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മിണ്ടൂല്ല. തെറ്റിന് മുമ്പായി കണ്ണടച്ച് കളഞ്ഞേക്കും. ദൈവദാസന്മാർ അങ്ങനെയല്ല. ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം നാഥാൻ പ്രവാചകൻ. ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ രാജാവാണ്. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ ആ സമയം പ്രവാചകന്റെ കഴുത്ത് തല താഴെ കിടക്കും. പക്ഷെ നാഥാൻ ചെയ്ത പ്രവൃത്തി, ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു സഭയിലെ മൂപ്പൻ, സുവിശേഷകൻ, ഉപദേഷ്ടാവ്, ഇവരുടെ ആ ഒരു ഗൗരവം, അവരുടെ സ്ഥാനത്തെ കുറിച്ച് ഇന്ന് പലർക്കും അറിയത്തില്ല. ഇവര് വിശ്വാസികൾ നയിക്കുന്നതിനനുസരിച്ച് ഓടാൻ നിൽക്കുക പല ശുശ്രൂഷകന്മാരും. ഒരു പ്രവാചകൻ, ദൈവത്താൽ നിയമിതനായ പ്രവാചകനായിരിക്കുന്ന നാഥാൻ രാജാവിന്റെ മുമ്പിൽ വന്നിട്ട് പറയണം, നീയാണ് ആ തെറ്റ് ചെയ്തത്. അതിന് അല്പമൊന്നും ധൈര്യം പോരാ. അവിടെ അടിസ്ഥാനമായിരിക്കുന്ന വിഷയം എന്താ? ദൈവം അയച്ചിട്ടാണ് നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്ഥാനത്താണ് നാഥാൻ പ്രവാചകനോടെ നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദമാണ് ദാവീദിന്റെ ഹൃദയത്തിൽ ചെന്ന് പതിച്ചത്. ആ രാജാവ് മുട്ടുകുത്തി അവിടെ വീഴുവാനായിട്ട്, താഴുവാനായിട്ട് ഇടയായി. അതാണ് ദൈവവചനത്തിന്റെ ശക്തി, ഒരു ശുശ്രൂഷകന്റെ ശക്തി എന്ന് പറയുന്നത്. തെറ്റ് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയുവാനായിട്ടുള്ള ആർജവം ശുശ്രൂഷകന്മാർക്ക് ഉണ്ടാകണം. അതിന് അടിസ്ഥാന വിഷയം ദൈവം അയച്ചതാണ് എന്നുള്ള ബോധ്യമുണ്ടാകണം. പറയുന്ന കാര്യങ്ങൾ വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്താകരുത്. ആ വ്യക്തി ഒന്ന് ഒതുക്കണമെന്ന് വിചാരിച്ചു പോയി തെറ്റാണ് ചെയ്തതെന്ന് പറയുന്നതല്ല.
ദൈവവചനപ്രകാരം ആ വ്യക്തി തെറ്റാണ് ചെയ്തതെങ്കിൽ അത് തെറ്റെന്ന് പറയുന്നതാണ് ദൈവാത്മാവിന്റെ പ്രവൃത്തി. ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാരെ നമ്മുടെ സഭകൾക്ക് ഇന്ന് ആവശ്യമാണ്. അവർക്ക് അങ്ങനെയുള്ളവർ എഴുന്നേൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസികളുടെ ഉത്തരവാദിത്വമാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സഭ കെട്ടഴിഞ്ഞു പോവും. ആളും തരവും നോക്കി ചട്ടങ്ങളും പ്രമാണങ്ങളും ശിക്ഷ നടപടികളും കൊണ്ടുവരുന്ന അനേക സഭകളുണ്ട്. അതുകൊണ്ട് എന്താ, ശ്രേഷ്ഠന്മാർക്ക് എന്തുമാകാം എന്നൊരു ചിന്താഗതികൾ അത് മാനുഷികമാണ്. അവിടെ ദൈവവചനത്തിന് യാതൊരു സ്ഥാനവുമില്ല. ഇവിടെ അതുകൊണ്ട് പറയുകയാണ്, നീ ശകല തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഇനി അത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, അടുത്ത വാക്യമാണ് അതിന്റെ വിശദീകരണം. 3-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം വരികയും ചെയ്യും. ഇത് സഭാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പരിവർത്തനമാണ്. തിമോഥെയോസിനോട് പൗലോസ് ഇത്രയും ഗൗരവമായിട്ട് ഈ വിഷയം പറയാനായിട്ടുള്ള കാരണം, പൗലോസ് ആയിരുന്ന കാലവും പൗലോസ് വിട്ടുപോകുന്ന കാലവും തമ്മിൽ പൗലോസിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ ഒരു വേദനയുടെ അനുഭവം. അത് ശരിക്കും നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു സ്ഥലം സഭയുടെ സ്ഥാപക ശുശ്രൂഷകന്മാർ, ആ സഭ ആരംഭിച്ച കാലത്തെ ശുശ്രൂഷകന്മാരും ആ തലമുറ മാറിയതിനു ശേഷം പിന്നീട് വരുന്ന ശുശ്രൂഷകന്മാരും തമ്മിലുള്ള അന്തരത്തെ ഒന്ന് കമ്പയർ ചെയ്താൽ ഇത് നമുക്ക് മനസ്സിലാവും. ആരംഭകാലത്തെ ശുശ്രൂഷകന്മാർ ആ സഭയ്ക്കിട്ടിരിക്കുന്ന അടിസ്ഥാനം അത് വ്യക്തമായ ബോധ്യത്തിന്റെയും വ്യക്തമായ സമർപ്പണത്തിന്റെയും ദൈവനിയോഗത്തിന്റെയും ദൈവഭയത്തിന്റെയും ഭക്തിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ആ തലമുറ മാറി അടുത്ത തലമുറ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കും. അവർ വിശ്വാസികൾ അല്ലെങ്കിൽ സഭയിലെ വിശ്വാസികളെ കുറിച്ച് പൊതുവായിട്ട് പറയുന്ന ഒരു വിഷയമാണ്. അതിൽ ഉപദേഷ്ടാക്കന്മാരും വരുന്നുണ്ട്. ഉപദേഷ്ടാക്കന്മാരെന്ന് പറയുന്നത് തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവർ പത്യോപദേശം പൊറുക്കാതെ, എന്താ പൊറുക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ നിർമ്മല സത്യങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത, സ്വീകരിക്കുവാൻ കഴിയാത്ത ഒരു മാനസിക അവസ്ഥയുള്ള ഒരു കൂട്ടം വിശ്വാസികൾ എഴുന്നേൽക്കും. ഇന്ന് നമ്മുടെ പ്രശ്നം അത് തന്നെയല്ലേ? മുഖത്ത് നോക്കി സഹോദരൻ ചെയ്തത് തെറ്റാണെന്ന് പറയുന്ന ശുശ്രൂഷകന്മാരെ നമുക്ക് ഇഷ്ടമില്ല. അത് മാനുഷികമാണ്, സ്വാഭാവികമാണ്. എന്നാൽ ദൈവഭക്തിയുള്ള ഒരു വിശ്വാസിയാണെന്ന് കേൾക്കുന്നതിൽ എന്ത് സംഭവിക്കും? വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തെറ്റുണ്ടോ എന്നൊന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അങ്ങനെ ഒന്ന് ചിന്തിക്കുവാൻ ഇടയാൽ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരും. അപ്പോൾ ഇവിടെ മറ്റൊരു കാലഘട്ടം വരികയാണ്. നീ പത്യോപദേശം എന്തുകൊണ്ട് പറയണം? നീ സമയത്തും അസമയത്തും എന്തുകൊണ്ട് സംസാരിക്കണം? കാരണം സത്യോപദേശം ഉൾക്കൊള്ളുവാൻ മനസ്സില്ലാതെ കർണരസമാകുമാറ്. ചിലരൊക്കെ പ്രസംഗിച്ച 2 മണിക്കൂറൊക്കെ നമ്മൾ അങ്ങ് ഇരുന്ന് കൊടുക്കും. ഇഷ്ടം പോലെ തമാശകള്, ഇഷ്ടം പോലെ കോമഡികള്, ഇഷ്ടം പോലെ ചിരിച്ചു മറിഞ്ഞ് ഇടയ്ക്ക് 2 ഹല്ലേലൂയ സ്തോത്രം കൈപൊക്കി ഒക്കെ ഒന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ 2 മണിക്കൂർ ആ സഹോദരൻ എന്താ പ്രസംഗിച്ചതെന്ന് ചോദിച്ചാൽ കൈമലർത്തുന്ന അനേക വിശ്വാസി. ഇതിനാണ് കർണരസമായ ഉപദേശം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഭയങ്കര ഇമ്പമാണ്, പക്ഷെ ഒന്നും തലയ്ക്കുള്ളിലോട്ടും ഹൃദയത്തിലോട്ടും പോകത്തില്ല. ജീവിതത്തിൽ യാതൊരു സ്വാധീനവും ഇല്ലാത്ത ഉപദേശങ്ങൾ. ആ ഉപദേശത്തിന്റെ പ്രത്യേകതയും അത് തന്നെ. അതിനകത്ത് ഒരു കഴമ്പും ഇല്ലാത്ത ഉപദേശം. ഭയങ്കര ആത്മീക ഭാവം ഉണ്ടാകും. ഇന്ന് എന്തുകൊണ്ടാണ് ന്യൂ ജനറേഷൻ ചർച്ചസിലെ ആൾക്കാർ ഇടിച്ചങ്ങോട്ട് കയറുന്നത്? വേർപാട് സഭകളിൽ കയറാത്തത് എന്തുകൊണ്ടാണ്? വേർപാട് സഭ എല്ലാം തികഞ്ഞത് കൊണ്ടല്ല, പക്ഷെ അവർ കുറച്ചൊക്കെ ദൈവവചനത്തിന് ഉപദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആൾക്കാർ കയറുന്ന ഉള്ളവരും കൂടി ഇട്ടിട്ട് പോവാം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തേനീച്ച പോലെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ കർണരസമാകും. അവർക്ക് ആടാനും പാടുവാനും അറിയുവാനും ഡാൻസ് കളിക്കുവാനും ഒക്കെയുള്ള വേദികളായി ദൈവവചന ശുശ്രൂഷ വേദികളെ അവർ മാറ്റുമ്പോൾ കർണരസമാകുമാറ് ഇഷ്ടമുള്ളതിന് വേണ്ടി ജനങ്ങൾ പിന്നാലെ പോകും. രണ്ടാമത്, സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കും എന്ന് പറയുന്നത് ആശയം. ഈ കർണരസമാകുന്ന ഉപദേഷ്ടാക്കന്മാർക്ക് മാത്രം സ്റ്റേജുകൾ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ക്രിസ്തീയ സഭകൾ അധപ്പതിക്കും. എത്ര വ്യക്തമായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ ദുർഘട സമയത്തെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണും. ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഈ ദുർഘട സമയത്താണ്. കർണരസമാകുമാറ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ എവിടെയും ബാധിക്കാത്ത എന്തൊക്കെയോ പറഞ്ഞിട്ട് 2-3 മണിക്കൂർ ശുശ്രൂഷ ചെയ്ത് ഇറങ്ങിപ്പോകുന്ന ബിരുദന്മാരായിരിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെ കൊണ്ട് ഇന്ന് ക്രിസ്തീയ സഭാ മണ്ഡലം
നിറഞ്ഞിരിക്കുക. വചനമായിട്ട് പറഞ്ഞാൽ ഹൃദയത്തിൽ മുറിവുണ്ടാവും. പ്രസംഗിക്കുന്നവന് മുറിവുണ്ടാവും, കേൾക്കുന്നവന് മുറിവും. ഇരുവായ്ത്തല വാടാം. ഇന്ന് മുറിവുമില്ല, ഇന്ന് ചതവുമില്ല. പണ്ടൊക്കെ ചതവുണ്ടായിരുന്നു. ആദ്യകാലം കഴിഞ്ഞ് പിന്നെ വന്നപ്പോൾ ചതവുണ്ടായിരുന്നു. കാരണം ഈ വെട്ടുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കൊള്ളുമായിരുന്നു. ഇപ്പൊ അതുമില്ല. ഇപ്പൊ ഈ കർണരസം എന്താണോ വിശ്വാസികൾക്ക് വേണ്ടത്, അവർക്ക് കർണത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇനി അഥവാ വല്ല വിഷയവും ഗൗരവമായിട്ട് പറഞ്ഞൊരു അവസരം വന്നിട്ട് പറയും, ഞാൻ ഈ സഭയെക്കുറിച്ചല്ല പറഞ്ഞത്. അപ്പൊ എന്റെ ചോദ്യത്തോട്, ഈ സഭയെക്കുറിച്ച് പറയുവാൻ ദൈവം നിന്നെ അങ്ങോട്ട് അയച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ ആ സഭയിൽ ഇത് പ്രസംഗിച്ചത്? ഈ പല പ്രവാചകരും, നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ പല പ്രവാചകന്മാരും ദൈവം അയച്ചിട്ട് അങ്ങോട്ട് ചെന്നിട്ട് അവർക്ക് ബോധിച്ച് പ്രസംഗിച്ചിട്ട് അവർ തിരിച്ചുപോയി, പറയേണ്ടത് പറയാതെ. ഇതുപോലെ ഇന്ന് പല ശുശ്രൂഷകന്മാരും. ദൈവത്തിന്റെ ആത്മാവ് നൽകിയ സന്ദേശം അതിന്റെ പ്രാധാന്യത്തിൽ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ശുശ്രൂഷകന്മാരെ കുറിച്ച് പഠിച്ചു വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയ ഗൗരവത്തിൽ പറയുന്നത്. ദൈവം ഒരു സഭയിൽ ഒരു ദൂതമായിട്ട്, ഒരു സഹോദരനെ, ഒരു ശുശ്രൂഷനെ, സഭയിലെ വിശ്വാസികളെ വചനവുമായിട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തി വചനം പ്രസംഗിച്ചതിന് ശേഷം ഞാൻ ഈ സഭയെക്കുറിച്ചല്ല പറയുന്നത് എന്ന് ഒരു ശുശ്രൂഷൻ പറഞ്ഞെങ്കിൽ അദ്ദേഹം കള്ളപ്രവാചകനാണ്. ഇവനെ ഞാൻ അയച്ചിട്ടില്ല എന്നേ കർത്താവ് പറയത്തുള്ളൂ. കർത്താവ് ദൂത് അയച്ചിട്ട് ആ ദൂത് പറയാതെ സ്വന്തം മോഹങ്ങൾക്കനുസരിച്ച്, എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് ഒരു പരിക്കും പറ്റരുത്, എന്റെ പോക്കറ്റിനും ഒരു പരിക്കും പറ്റരുതെന്ന് പറഞ്ഞ് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ, അങ്ങനെയുള്ളവർ നമ്മുടെ ചുറ്റും കാണാം. നോക്കിയാൽ മതി. ഇനി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, സഭയിലെ മൂപ്പനായിരിക്കുന്ന, സുവിശേഷകനായിരിക്കുന്ന, ഉപദേഷ്ടാവായിരിക്കുന്ന എന്റെ മനോഭാവം അതാണോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ മതി. തിമത്യോസോട് പറയുക, തിമത്യോസെ നീ ഇങ്ങനെ ആകരുത്. ഇനി അടുത്ത പറയാ, സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം വരും. നമ്മൾ അതിന് മുമ്പത്തെ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് മുത്തച്ഛി കഥകൾ, പഴയ കഥകളൊക്കെ. ഇതെന്തിനാണെന്നറിയാമോ? സത്യത്തിൽ നിന്ന് ആളുകളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രം, പിശാച് ഉപയോഗിക്കുന്ന തന്ത്രമാണ്. ഈ തന്ത്രം കൊണ്ട് ഈ സഭയ്ക്കുള്ളിൽ വന്നു കഴിയുമ്പോൾ വലിയൊരു സ്വീകരണം, സഹോദരന്മാർക്കും സഹോദരിമാർക്കൊക്കെ ആ പ്രസംഗത്തിന് വലിയ ഇഷ്ടം പോലെ. എന്ത് കഥയാ പറഞ്ഞേ! എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഓക്കെ കഥയൊക്കെ പറഞ്ഞു, ലാസ്റ്റ് ചോദിക്കുകയാണ്, നമുക്ക് അതിൽ നിന്ന് എന്ത് ആത്മീക വർധന ഉണ്ടായി എന്നൊരു വാക്ക് ആരെങ്കിലും ഒന്ന് ചോദിച്ചു പോയാൽ ആന മൊട്ടയായിരിക്കും റിസൾട്ട്. അപ്പോഴാ ചിന്തിക്കുന്നത്, അയ്യോ ഭയങ്കര സംഭവമായിരുന്നു, ഇടിമുഴക്കമായിരുന്നു, കൊടുങ്കാറ്റായിരുന്നു, ഉദാഹരണമായിരുന്നു, ചിരിച്ചു, കൈയടിച്ചു, സ്തോത്രം പറഞ്ഞു, എല്ലാം പറഞ്ഞു. പക്ഷേ ഹൃദയത്തിൽ എന്തുണ്ടായി? ഇങ്ങനെയുള്ള ഉപദേഷ്ടാക്കന്മാർ പെരുകുന്ന കാലമാണ് ദുർഘട സമയം. അവർ വർദ്ധിച്ചു വരുമ്പോൾ, അവർ സഭയിൽ പെരുകി വരുമ്പോൾ, വിശ്വാസികൾ അവരെ പെരുക്കുമ്പോൾ, അവർക്ക് അവസരം കൊടുക്കുമ്പോൾ, തിമത്യോസേ നീ അതിന്റെ പിന്നാലെ പോകണം. സത്യവചനത്തിനു വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ നീ കമ്മിറ്റഡ് ആയിരിക്കണം. ഞാൻ എന്റെ ജീവിതം അതിനുവേണ്ടി ചെയ്തു. 5-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയാണ് പൗലോസ് അതിന്റെ പഞ്ച് കൊണ്ടുവന്ന് നിർത്തുന്നത്. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക എന്ന് പറഞ്ഞാൽ നീ പ്രാപിച്ച പരിജ്ഞാനവും നിന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയും നീ വിശ്വസ്തയോടെ ചെയ്യണം. അടുത്ത വാക്ക് പറയുന്നത് കഷ്ടം സഹിക്കുക. ഉറപ്പാണ് കഷ്ടം. ആർക്ക്? ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവുമെന്ന് കർത്താവ് പറഞ്ഞു. അത് സഭയ്ക്കുള്ളിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് വചനം കറ ഇല്ലാതെ സംശുദ്ധമായി പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശുശ്രൂഷകന്മാർക്ക് കഷ്ടതയുണ്ടാവും, ഞെരുക്കമുണ്ടാകും, പ്രയാസമുണ്ടാകും. അതിനു മുമ്പിൽ നീ ഞെരുങ്ങിപ്പോകരുത്. പൗലോസ് തിമത്യോസ് നീ പിൻവാങ്ങിപ്പോകരുതെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് എന്ത് ചെയ്യുക? സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. എന്താണ് സുവിശേഷകന്റെ പ്രവൃത്തി? നമ്മൾ പറയുന്നത് സുവിശേഷകന്റെ ശുശ്രൂഷ സഭയ്ക്ക് വെളിയിലാണ്, മൂപ്പന്മാരാണ് സഭ. അതാണ് ഇപ്പോഴും വേർപാടുകാരുടെ ഉപദേശം. അത് വചനത്തിന്റെ ഉപദേശമല്ല, അത് വേർപാടുകാരുടെ ഉപദേശം. തിമത്യോസ് ആരാ? സഭയിൽ മൂപ്പന്മാരെ നിയമിക്കാൻ പോയിരിക്കുന്ന വ്യക്തിയാണ് തിമത്യോസ്. ആ തിമത്യോസിനോട് പൗലോസ് പറയുകയാണ്, പൗലോസാണ് പറയുന്നത്, പൗലോസിലൂടെ ദൈവാത്മാവ് പറയുകയാണ്, തിമത്യോസെ നീ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. സുവിശേഷകൻ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും ശുശ്രൂഷയുള്ള വ്യക്തിയാണ് സുവിശേഷകൻ. ഈ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ നീ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ ഒരു ആശയം, വാട്ട് ഈസ് ഇൻട്രസ്റ്റഡ് ഓൺ യു, നിന്നിൽ ദൈവം എന്താണ് ഫലമേൽപ്പിച്ചത്. അവിടെ കർണരസമായതുണ്ട്, അവിടെ ആനന്ദ നൃത്തങ്ങൾ ഉണ്ടാകാം, ജനസ്വാധീനം അവിടെ ഉണ്ടാകാം, ആളുകൾ അവരുടെ പിന്നാലെ പോകാം. നീയും അതുകൊണ്ട് നിന്റെ വിളിയുടെ, നിന്റെ നിയോഗത്തിന്റെ, നിന്റെ ശുശ്രൂഷയുടെ ട്രാക്ക് നീ തെറ്റിക്കരുത്.
തിമോഥെയോസിനോട് പൗലോസ് പറയാ, നീ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. നിന്നെ ദൈവം എന്ത് ഏൽപ്പിച്ചോ അവിടെ ഉപദ്രവം കിട്ടാം, കഷ്ടത കിട്ടാം, ഞെരുക്കം കിട്ടാം, ഒതുക്കിക്കളയാം. പക്ഷെ ഒതുങ്ങിയിരുന്നാലും സത്യം മാത്രമേ സംസാരിക്കാവൂ, സത്യവചനമേ പ്രസംഗിക്കാവൂ. അതാണ് തിമോഥെയോസ് പൗലോസിന് കൊടുക്കുന്ന നിർദ്ദേശം. എന്നിട്ട് പറയാം, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ 2-3 വട്ടം ഇരുത്തി ചിന്തിക്കണം. നമ്മളെ ഓരോരുത്തരെയും ദൈവ സ്ഥലം സഭയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിറപടി. എന്താ നിറപടി? ഇൻ ഓർഡർ, അതിന്റെ ക്രമത്തിൽ, അതിന്റെ ചട്ടപ്രകാരം. അത് നമ്മൾ വായിക്കുന്ന ചട്ടപ്രകാരം മല്ലുകെട്ടിയിൽ കിരീടം പ്രാപിക്കുകയും നമ്മൾ ഓൾറെഡി പഠിച്ചു വന്ന വിഷയമാണ്. അതിന്റെ ക്രമത്തിൽ അത് ചെയ്യുവാനായിട്ട് കഴിയണം. സഹോദരന്മാരുടെ ഇടയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവര്, സഹോദരിമാരുടെ ഇടയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവര്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവര്, ആത്മീക ശുശ്രൂഷയിൽ ഏത് രംഗത്ത് നിൽക്കുന്നവരും നിന്റെ ശുശ്രൂഷ നിറപടിയായിട്ട് നിവർത്തിക്കാനായിട്ട് കർത്താവ് പറയുക. ഒരുപക്ഷെ ആ സ്ഥാനത്ത് നിന്നെ അവർ ജനസ്വാധീനമുള്ളവർ മാറിയിരിക്കുമ്പോൾ അവിടെയും നീ സത്യത്തിന് വേണ്ടി നിൽക്കണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കും. തിമോഥെയോസ്, നീ ഒറ്റപ്പെട്ടു പോകാം, പക്ഷേ നീ അവരുടെ ട്രാക്ക് സ്വീകരിക്കരുത്. അവര് വിശ്വാസികളുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുന്ന ഉപദേഷ്ടക്കന്മാർ പെരുകുന്ന ഒരു കാലം വരും. ഈ വിശ്വാസികളാരാ? അവർ ആത്മീയരായ ശിശുക്കളാണ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപദേഷ്ടങ്ങൾ പെരുക്കപ്പെടാം. പക്ഷെ സഭാ ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക എന്നുള്ളതാണ്. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് തന്റെ മരണത്തെ മുന്നിൽ കാണുകയാണ്. ആ വാക്യം കൂടെ പറഞ്ഞ് 2 മിനിറ്റ് കൂടെ ഉണ്ട്, നമ്മൾ ആ വിഷയം കൂടെ ഒന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, തല പോയാലും സത്യവചനമേ ഞാൻ പ്രസംഗിക്കും. പൗലോസ് പറയുകയാണ്, ഞാനോ പാനീയാഗമായി ഒഴിക്കപ്പെടുവെന്നു, എന്റെ നിര്യാണ കാലവും അടുത്തു എന്ന് പറഞ്ഞാൽ പൗലോസ് ഈ വാക്ക് പറയുമ്പോൾ തന്റെ മരണത്തെ മുന്നിൽ കാണുകയാണ്. തിമോഥെയോസ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സീൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതുവരെയും കൂടെ നിർത്തി വളർത്തിക്കൊണ്ടുവന്ന ഒരു ശിഷ്യൻ, അത് ആ ശിഷ്യന് എന്താവശ്യം വന്നാലും, എന്താ സഭകളിൽ ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ അവിടെ പ്രതിസന്ധി ഉണ്ടായാൽ ആത്മീക പിതാവ് ഇവിടെ നിന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കും. ആ വിഷയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എന്ത് ചെയ്യും? ഇവിടെ ഇവൻ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പോവുകയാണ്. ജീവിതത്തെ പ്രതിസന്ധികൾ ഒറ്റയ്ക്ക് നേരിടാനായിട്ട് പോകുമ്പോൾ തിമോഥെയോസിനോട് പൗലോസ് പറയുന്ന വിഷയം, നീ എല്ലാവർക്കും നിർമ്മതനായിരിക്കാം. നിന്നെക്കുറിച്ച് ആരും ഒരു അപവാദം പറയാൻ ഇടയാകരുത്. നിനക്ക് സ്വാധീനം കുറഞ്ഞിരിക്കാം, പക്ഷെ നിന്റെ കമാൻഡിങ് പവർ, നീ വചനം ശുശ്രൂഷിക്കുമ്പോൾ നീ ദൈവത്താൽ നിയോഗിതനായിട്ട് അവിടെ നിൽക്കുന്നു എന്നുള്ള ബോധ്യം നിന്റെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ നിന്റെ ശബ്ദം ആധികാരികമായിരിക്കണം. അതിന് നീ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതായിട്ടില്ല. നീ ശാസിക്കണം, തർജ്ജനം ചെയ്യണം, പക്ഷെ നീ ദീർഘക്ഷമയോടെ അത് ചെയ്യണം. ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പാനീയാഗമായിട്ട് ഒടിക്കപ്പെടാനായിട്ട് പോവുകയാണ്. അടുത്ത വാക്ക്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വച്ചിരിക്കുന്നു. പൗലോസ് പറഞ്ഞു. നമുക്ക് വാക്യങ്ങളൊക്കെ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ, എന്റെ ഓട്ടം ഞാൻ വിശ്വസ്തയോടെ തികച്ചു, ഇനി എനിക്ക് വേണ്ടി കിരീടം ഉറപ്പാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നമ്മൾ എത്രയോ വർഷങ്ങൾ സഭയിൽ മൂപ്പന്മാരായിട്ട്, സുവിശേഷകന്മാരായിട്ട്, ഡീക്കന്മാരായിട്ട്, സൺഡേ സ്കൂൾ അധ്യാപകന്മാരായിട്ട്, അധ്യാപികമാരായിട്ട് നാം ശുശ്രൂഷകൾ ചെയ്യുന്നു. ഇന്ന് നമ്മൾക്ക് പറയാനായിട്ട് കഴിയും, ഞാൻ എൻ്റെ ഓട്ടം വിശ്വസ്തയോടെ തികച്ചു, കർത്താവ് എൻ്റെ കിരീടം എനിക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട്. ആ ബോധ്യം ഇല്ലെങ്കിൽ ശുശ്രൂഷകളിൽ അവിശ്വസ്തത കടന്നു വന്ന അതിന് അർത്ഥം. പൗലോസ് ഇത്ര കോൺഫിഡന്റ് ആയിട്ട്, ഇത്ര ധൈര്യത്തോടെ പറയുകയാണ്, അത് എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. എന്റെ രണ്ടാം ഭാഗം, അത് നീതിയുള്ള ന്യായപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. ഓ, കർത്താവ് തരുമെന്നല്ല പറഞ്ഞത്. കർത്താവിനെ കുറിച്ച് എന്താ പറയുക? നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ്. പൗലോസിന്റെ വിശ്വാസ ജീവിതത്തെ, മിഷണറി ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിച്ചാൽ അറിയാം. താൻ കടന്നുപോയ വഴികൾ കനൽ വഴികൾ തന്നെയാണ്. പ്രതിസന്ധികളും കള്ള സഹോദരന്മാരാലുള്ള ആപത്തും പ്രശ്നങ്ങളും പ്രതിസന്ധികളും തനിക്ക് സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെയൊക്കെയും ദൈവ നിയോഗം താൻ ശിരസ വഹിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ട് താൻ പറയുക, നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ്. കർത്താവ് തരുന്നത് നമുക്കൊരു ആശ്വാസമാണ്. പക്ഷെ നീതിയുള്ള ന്യായാധിപതി എന്ന് പറയുമ്പോൾ കർത്താവിന്റെ സ്വഭാവം മാറി, ജഡ്ജായിട്ടിരിക്കുകയാണ്. ആ ജഡ്ജ് എനിക്ക് പ്രതിഫലം തരുമെന്ന് പറയുമ്പോൾ തിമോഥെയോസ് പൗലോസിന്റെ കോൺഫിഡൻസ് ഒന്ന് ശ്രദ്ധിച്ചു. അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട വിഷയം. തിമോഥെയോസിന് പൗലോസ് പകർന്നു കൊടുക്കാൻ ഉദ്ദേശിച്ച ആ ആത്മീക സന്ദേശം ഇത് തന്നെയാണ്. പൗലോസ് എന്ന ഞാൻ, നിന്റെ പിതാവ്, ആത്മീക പിതാവ്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഇത്ര ധൈര്യത്തോടെയാണ് ഞാൻ നിൽക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നീ എൻ്റെ പാത പിന്തുടരുന്ന, നിന്റെ നിര്യാണ കാലമെടുക്കുമ്പോൾ നിനക്കും ഇതേ ബലത്തോടെ നിൽക്കുവാനായിട്ട് കഴിയും.
എന്നിട്ട് അടുത്ത വാക്ക് എന്താ പറയുന്നത്? 8ന്റെ അവസാന ഭാഗത്ത്, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഇതുവരെ തിമത്യോസിനോട് പറഞ്ഞു വന്നേച്ചിട്ട് അവസാനം ഏവർക്കും കൂടെ, നമുക്കും കൂടെ. കർത്താവിന്റെ വരവ് വരെ സഭയിൽ ആത്മീയ രംഗത്ത് ശുശ്രൂഷ സ്ഥാനങ്ങളിൽ നിന്ന് എല്ലാവർക്കും, വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്ത എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വിശ്വാസികൾക്കും ദൈവം പ്രതിഫലം കൊടുക്കും. പക്ഷെ അവിടുത്തെ ആ മെയിൻ വാക്കെന്ന് പറഞ്ഞാൽ വിശ്വസ്തയോടെ. നമ്മൾ എത്രത്തോളം വിശ്വസ്തരായിരുന്നു എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. ദൈവവചനം വളരെ ഗൗരവമുള്ള വിഷയമാണ്. ദൈവത്തിന്റെ ആത്മാവ് ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ കയ്യിൽ. ഒരു സ്ഥലം സഭ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പാത്രം പോലെ നമ്മുടെ കയ്യിൽ തന്നേക്കാം. അതിനെ ഏറ്റവും കെയർഫുൾ ആയിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് പലർക്കും അതൊരു കുട്ടിക്കളിയാണ്. എന്നാൽ ദൈവം എത്ര ഗൗരവത്തോടെ ആ വിഷയം കാണുന്നത്. പൗലോസ് ആ വിഷയം, ആ ഗൗരവം അതുപോലെ എന്താണ് ക്രിസ്തീയ സഭ എന്നുള്ള വിഷയം പൗലോസാണ്. ആ തിരുവെഴുത്ത് പ്രാപിച്ചത് പൗലോസാണ്. ആ തിരുവെഴുത്ത് പ്രാപിച്ച പൗലോസ് ആ പ്രാപണം, ആ പ്രാപിച്ച ഉൾക്കാഴ്ച തന്റെ മരണസമയം വരെയും താൻ അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ടാണ് തനിക്ക് ഇത്ര ധൈര്യത്തോടെ കർത്താവ് എനിക്ക് വേണ്ടി പ്രതിഫലം തരും എന്ന് പറയുന്നത്. അപ്പൊ തിമത്യോസിനോടും പൗലോസ് ഇതേ വിഷയം പകർന്നു കൊടുക്കുകയാണ്. നമുക്കും പകർന്നു തന്നു. എന്നിട്ട് പറയുകയാണ് ഏവർക്കും കൂടെ, നമുക്കും കൂടെ ഈ പ്രതിഫലം കിട്ടും. പ്രേമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്കൊന്നിച്ച്, നമ്മുടെ സ്ഥലം സഭയായിരിക്കട്ടെ നമ്മുടെ ആത്മീക വളർച്ചയുടെ വിളനിലം. അവിടെ ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കേണ്ടത് സഭയുടെ ഉത്തരവാദിത്വമാണ്. മറ്റുള്ളവരെ വിളിക്കേണ്ടതല്ല ഞാൻ പറയാം. പക്ഷെ പ്രയോറിറ്റി, മുൻഗണന അവരവരുടെ സ്ഥലസഭയിലെ ശുശ്രൂഷകന്മാർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. യുവാക്കന്മാർക്ക് വചനം പഠിച്ച് ശുശ്രൂഷിക്കുവാൻ അവസരങ്ങൾ കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യണം. അവരിൽ നിന്നും കൃപയുള്ള വചനപരിജ്ഞാനമുള്ള മൂപ്പന്മാരും സുവിശേഷന്മാരും സ്ഥലം സഭയിൽ ഉയർന്നു വരണം. അതുപോലെ നമ്മൾ ഇന്ന് കേട്ട വിഷയമാണ് വചന പഠനം. നമ്പർ 1 വിഷയം. എല്ലാ സ്ഥലം സഭയിലും ബൈബിൾ ക്ലാസ്സുകൾ അടിയന്തരമാണ്. ഇല്ലെങ്കിൽ വലിയ ഛേദം വരും. നമ്മുടെ സ്ഥലം സഭകളുടെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒക്കെ നമുക്കൊന്ന് ശോധന ചെയ്യാം, കുറവുകൾ നികത്താം. ദൈവസന്നിധി യഥാസ്ഥാനം. ഇനിയും കർത്താവ് വരുവാൻ താമസിച്ചാൽ ഇനി ശേഷിച്ച കാലമെങ്കിലും കർത്താവിൽ വിശ്വസ്തയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.